എല്ലാ ചിന്തകളുടെ ഭാരവും ബാപ്ദാദിക്ക് നൽകും. കൊടുത്തു ബാപ്ജിക്കിനെ എല്ലാ ഭാരവും അച്ഛന് ചെയ്തു. ബാബ സാഗർ കാര്യം അച്ഛൻ കടലാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഭാരം എടുക്കാൻ പറയുന്നേ മക്കളെ, ഇങ്ങനെയുള്ള സാഹചര്യത്തില് വിഷമം വരാതിരിക്കാനുള്ള മാർഗം എന്താ? യുക്തി. മുക്തിക്കുള്ള യുക്തി വേണമല്ലോ. യുക്തി ഉപയോഗിച്ച് നമുക്ക് മുക്തി നേടണം. അപ്പൊ അതിനുള്ള യുക്തി എന്താണ്? സമസ്യകൾ വരുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ യുക്തി ഉപയോഗിക്കണം. ബുദ്ധിയിലും ഉണ്ടാകണം, പുസ്തകത്തിലും ഉണ്ടാകണം. അനവധി തവണ എഴുതി പഠിക്കണം. അപ്പോഴേ നമുക്ക് സമയത്ത് ഓർമ്മ വരും. കാരണം എഴുതും തോറും എന്താവും? നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആവും. സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റണം. കേട്ടാൽ കുറച്ച് കഴിയുമ്പോൾ മറന്നു. ബാബ പറയുന്നത് കേട്ടോളൂ, നോട്ട് ചെയ്തോളൂ. പുസ്തകത്തിലും ഒക്കെ ഇരിക്കട്ടെ. അല്ലയോ എൻ്റെ മധുരമായ മക്കളെ, എൻ്റെ ഓമന മക്കളെ, സാക്ഷി ദൃഷ്ടാസ്ഥിതിയുടെ സീറ്റിൽ ഇരുന്നുകൊണ്ട് കളി കാണും. നമ്മളെ ഇളക്കാൻ വന്നിരിക്കുന്ന കളികളെ എങ്ങനെ ഫേസ് ചെയ്യുന്ന പറഞ്ഞ ബാബ? സാക്ഷി ദൃഷ്ടി. ഈ മനോസ്ഥിതിയിൽ നോക്കുകയാണെങ്കിൽ എന്തായി അല്ലെ? ഡ്രാമയിൽ എന്താണോ നടക്കാനുണ്ടായിരുന്നത് നടന്നു. ശരി, ഈ പ്രശ്നത്തിനെ ഞാൻ എങ്ങനെ അതിജീവിക്കണം? ഇതിനുള്ള പരിഹാരം എന്താണ്? ബാബ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, എങ്ങനെ നേരിടണം? विश्वनाथा बाबा गुरुवे परमात्मने, सद्गुरु परमात्मने, जीवरथത്തിൻ ഭാരം വഹിക്കാൻ ഹൃദയശ്രീ കോവിലിൽ ദീപം തെളിക്കാൻ, ജീവരഥത്തിൻ ഭാരം വഹിക്കാൻ ഹൃദയശ്രീ കോവിലിൽ ദീപം തെളിക്കാൻ, കാലം നിയോഗിച്ച കാരുണ്യമേ ബാബ ഗുരുവേ പരമാത്മനേ, സദ്ഗുരു പരമാത്മനേ, വിശ്വം നമിക്കും വിശ്വനാഥാ ബാബ ഗുരുവേ പരമാത്മനേ, സദ്ഗുരു പരമാത്മനേ, ങ്ങളിൽ മൃദു ഗീതമൊഴുക്കാൻ, നയനങ്ങളിൽ ദിവ്യ ശോഭ വിളങ്ങാൻ, വഴികാട്ടിയായി വന്ന കാരുണ്യമേ ബാബ ഗുരുവേ പരമാത്മനേ, സദ്ഗുരു പരമാത്മനേ, വിശ്വം നമിക്കും വിശ്വനാഥാ ബാബ ഗുരുവേ പരമാത്മനേ, സദ്ഗുരു പരമാത്മനേ, പരിപൂർണ ശാന്തിതൻ വരമേകിയ ഗുരുവേ പരിതാപമെല്ലാം ഗുരുദക്ഷിണയേകാം, പരിപൂർണ ശാന്തിതൻ വരമേകിയ ഗുരുവേ പരിതാപമെല്ലാം ഗുരുദക്ഷിണയേകാം, പാദാരബിന്ദുവം ആത്മനാഥ ബാബ ഗുരുവേ പരമാത്മനേ,
വിശ്വനാഥാ ബാബാ ഗുരുവേ പരമാത്മനേ. വിശ്വം നമിക്കും വിശ്വനാഥാ ബാബാ ഗുരുവേ പരമാത്മനേ. സദ്ഗുരു പരമാത്മനേ, സദ്ഗുരു പരമാത്മനേ, സദ്ഗുരു പരമാത്മനേ. ഇന്ന് മംഗളപ്രദമായ അഭിജിത്ത് മുഹൂർത്തത്തിൽ ഭഗവാന് വേണ്ടി, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, വിശ്വത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സാധനാ ഭവനം സമർപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. ഈ മംഗളപ്രദമായ ദിവ്യമായ ചടങ്ങിൽ സന്നിധരായിരിക്കുന്ന, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിൽ സന്നിധരായിരിക്കുന്ന വ്യക്തികൾക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ബ്രഹ്മകുമാരീസിൻ്റെ കൊല്ലം, കോട്ടയം, ഇടുക്കി ഡിസ്ട്രിക്റ്റുകളുടെ സർവീസ് കോർഡിനേറ്ററായ ആരാധ്യയായ രാജയോഗിനി ബ്രഹ്മകുമാരി പങ്കജം ബെഹൻജിയെ സഹർഷം സ്വാഗതം. ആയിരക്കണക്കിന് ഏകദേശം ലക്ഷത്തോളം സഹോദരി സഹോദരന്മാർ ഇവിടെ വന്ന് രാജോഗിൻ്റെ പരിശീലനം നേടിയിട്ടുണ്ട്. നിരവധി സേവനങ്ങൾ പുനലൂരിൽ നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അമ്പലങ്ങളിലെല്ലാം സ്വർണിമ ഭാരത എക്സിബിഷൻ, നിരവധി പ്രഭാഷണങ്ങൾ, ആധ്യാത്മിക സംഘടനകളിലും ആത്മീയമായിട്ടുള്ള കൂട്ടായ്മകളിലുമൊക്കെ പ്രഭാഷണങ്ങൾ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, ഇത്രയെക്കുറിച്ച് സ്കൂളുകളിൽ പോസിറ്റീവ് തിങ്കിങ് കോഴ്സ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് കോഴ്സ്, സെൽഫ് മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് കോഴ്സ് തുടങ്ങിയ നിരവധി കോഴ്സുകൾ, ലഹരിമുക്ത അഭിയാൻ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ എന്നിങ്ങനെ എണ്ണമറ്റ സേവനങ്ങൾ കഴിഞ്ഞ 21 കൊല്ലമായിട്ട് പുനലൂരിലും നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി സേവനം അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ ഈ സേവനം ഇനി ഈ സംഗമയുഗം മുഴുവനും പുനലൂരിൻ്റെ മണ്ണിൽ നടക്കണം എന്ന ആഗ്രഹത്തോടു കൂടി പുനലൂരിലെ സേവനത്തിന് ചുക്കാൻ പിടിക്കുന്ന പ്രഭാകരൻ സഹോദരനും വിജയമ്മ മാതാജിയും അവർ തന്നെ സ്ഥലത്തിൽ കുറച്ച് ഭാഗം എടുത്തിട്ട് ഏകദേശം 10 സെൻറ്റ് സ്ഥലത്ത് ഭഗവാന് വേണ്ടി ഒരു സാധനാ ഭവനം നിർമ്മിച്ച് ഇന്ന് സമർപ്പിക്കുകയാണ്. ഈ സേവനം തീർച്ചയായിട്ടും ഈ ഈശ്വരീയ സേവനം സംഗമയുഗം എത്ര കാലമുണ്ടോ അത്രയും കാലം ഇവിടെ നടക്കും എന്നത് ഉറപ്പായി. പുനലൂരിലെ എല്ലാ സാധകന്മാരുടെയും സഹയോഗം, ഈ ഒരു വീട് പണിയാൻ വെച്ചാൽ വെറുതെ അല്ലല്ലോ, നല്ല ചിലവല്ലേ. ശാരീരിക അധ്വാനം വേണം, ഐഡിയാസ് വേണം, പ്ലാൻ വേണം, സഹകരണം വേണം. എല്ലാവരുടെയും പരമാവധി എല്ലാം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും മെജോറിറ്റി സഹകരണം തീർച്ചയായിട്ടും പ്രഭാകരൻ ഭായിയുടെയും വിജയമ്മ മാതാജിയുടെയും അവരുടെ കുടുംബത്തിലെ അവരുടെ 3 മക്കളും നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ലൊരു ഭവ്യ ഭവനം ഈശ്വരീയ സേവനത്തിന് വേണ്ടി ഇന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ശശിധരൻ ഭായ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനം ചെയ്യായിരുന്നു. പിന്നെ അതിൽ റിട്ടയറായ സമയത്തായിരുന്നു ഈ സേവനം ആരംഭിച്ചത്. അവിടെ എത്ര ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്തു, അതിന് വളരെയധികം അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ. അതിനേക്കാൾ ആത്മാർത്ഥമായിട്ട് അഹോരാത്രം അക്ഷീണമായിട്ട് ഭഗീരഥ പ്രയത്നം ചെയ്തിട്ട് ഈ സൗദത്തെ ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭായിക്കും വിശേഷമായിട്ട് ഇന്നത്തെ ഈ സുദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷ സ്നേഹം അറിയിക്കുകയാണ്. ഇന്ന് അതിന് നിക്ഷിപ്തമായിട്ടുള്ളത് ഉത്തരവാദിത്വം എല്ലാവർക്കും സ്വാഗതം ചെയ്യുക എന്നതാണ്. നമ്മുടെ ഈ സൗദം ഈശ്വരന് വേണ്ടി സ്വീകരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് സൗത്ത് കേരള, പോണ്ടിച്ചേരി, തമിഴ്നാട് സോണിൻ്റെ സേവനങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ബീന ബെഹൻജിയാണ്. ബീന ബെഹൻജിയെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ്. ഏകദേശം എല്ലാ മാസവും ഇപ്പോൾ ഈ ഇടയ്ക്ക് കേരളത്തിൽ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച ട്രിവാൻഡ്രത്ത് നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുജി അവങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നു. കഴിഞ്ഞത് ഈ ആഴ്ച എല്ലാ ആഴ്ച ഇവിടെ ഉണ്ട്. അങ്ങനെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ബീന ബെഹൻജി നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്, വളരെ ബിസിയാണ്, സദാ അലേർട്ടാണ്.
എല്ലാവർക്കും നല്ല സജഷൻസ് കൊടുക്കും. സേവനത്തിന് വേണ്ടി അവതരിച്ചൊരു അവതാരമാണ് ബീന ബെഹൻ. നമ്മുടെ ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനത്തിൻ്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിട്ടുള്ള മോഹിനി ദീദി ബീന ബെഹൻ്റെ കസിൻ സിസ്റ്ററാണ് എന്നത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനമാണ്. അവരുടെ കുടുംബത്തിന് ഏകദേശം 35 പേരോളം ഈശ്വര സേവനത്തിന് വേണ്ടി സമർപ്പണമായിട്ടുള്ളവർ തന്നെയുണ്ട്. അല്ലാണ്ട് കുറേ പേര് ഈശ്വരീയ വിദ്യാലയത്തിലെ അംഗങ്ങളാണ്. ബീന ബെഹന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, എൻ്റെ സ്വന്തം പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം നേരുന്നു. ബീന ബെൻ, സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് പുനലൂർ നഗരസഭയുടെ ചെയർപേഴ്സണായിട്ടുള്ള ശ്രീമതി കെ പുഷ്പലത അവർകളാണ്. അവർ എത്തിയിട്ടില്ല. അവരുടെ സാന്നിധ്യത്തിലും അവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം നേരുകയാണ്. മാതൃകാ സമൂഹ പ്രവർത്തകയാണ് അവർ. മുൻ പിറവന്നൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടും അവർ മാതൃകാപരമായിട്ടുള്ള നല്ല സേവനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അവർക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പുനലൂരിൻ്റെ MLA ആയ ശ്രീ PS സുപാൽ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബഹുമാനപ്പെട്ട PK ശ്രീനിവാസൻ അവർകളും മാതൃകാ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അച്ഛൻ്റെ ചുവടുകൾ പിന്തുടർന്ന് സേവനമനുഷ്ഠിക്കുന്ന ശ്രീ സുപാൽ അവർകൾ 2ാം തവണയും MLA ആയി എന്നതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സേവനം എത്രത്തോളം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ ആദരവോടുകൂടി സ്വാഗതം അർപ്പിക്കുന്നു. അദ്ദേഹം കല്ലടയാറിന് കുറുകെ ഒരു പാലം കൂടി പണിയാൻ മുൻകൈയെടുത്ത് വിജയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ ഇന്നത്തെ വേദി അലങ്കരിക്കുന്നത് സംപൂജ്യനായ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ കൊല്ലം ജില്ലയുടെ സേവനങ്ങൾക്ക് നേതൃത്വം നിർവഹിക്കുന്ന സ്വാമി ജ്യോതിചന്ദ്രൻ ജ്ഞാന തപസ്വി അവർകളാണ്. അവർകളും ത്യാഗത്തിൻ്റെയും തപസ്സിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മൂർത്തിഭാവമാണ്. അവർകളെ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടെ നമ്മുടെ ഇന്നത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ KRV അശോകൻ അവർകൾ IMAയുടെ നാഷണൽ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ലൈല അശോകൻ അവർകളുമായി പ്രവർത്തിച്ച് പുനലൂരിൽ 1983 ദീൻ ആശുപത്രി സ്ഥാപിച്ചു. അതിൻ്റെ ആ പരിപാടിക്ക് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ അറിയിക്കുകയാണ്. വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്ന അവർ 2 പേരും 2004 മുതൽ IMAയുടെ IMAGE എന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് നിർമ്മാർജ്ജന പ്ലാന്റ് 24 ഏക്കർ സ്ഥലത്ത് സ്ഥാപിച്ചു. ക്ഷയരോഗ നിർമ്മാർജ്ജന സമിതിയുടെ നാഷണൽ കോർഡിനേറ്ററാണ്. ജനീവ ആസ്ഥാനമായ ലോകാരോഗ്യ സംഘടനയുടെ സ്റ്റോപ്പ് എന്ന TB പാർട്ട്ണർഷിപ്പ് ബോർഡിൻ്റെ 2 വർഷമായിട്ട് അതിൻ്റെ അംഗവുമാണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുനലൂർ നഗരസഭയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ശ്രീ ജയപ്രകാശ് അവർകൾ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ വാർഡിൽ ആദ്യമായി സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കലങ്ങമുകൾ വാർഡാണ് അവിടെ അദ്ദേഹം നടപ്പിലാക്കി. ഏറ്റവും മികച്ച ജനപ്രതിനിധിക്കുള്ള ദേശീയ പുരസ്കാരം ഡൽഹിയിൽ നിന്ന് ആദരണീയായ ശ്രീമതി കിരൺ ബേദിയിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചു. പുനലൂർ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ അയൽവാസിയാണ്. എല്ലാവരോടും ഞാൻ ബ്രഹ്മകുമാരീസിൻ്റെ അടുത്താണ് താമസിക്കുന്നത് എന്ന അഭിമാനത്തോടെ പറയാറുണ്ട്. അദ്ദേഹത്തെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമതി പ്രിയ പിള്ള അവർ പവർ ഹൗസ് വാർഡിൻ്റെ കൗൺസിലറാണ്. മികച്ച സാമൂഹിക പ്രവർത്തകയാണ്. അവരെയും നമ്മുടെ ഈ നിറഞ്ഞ സദസ്സിലേക്ക് വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. പുനലൂർ NSS കോളേജിൻ്റെ മലയാളം പ്രൊഫസർ ശ്രീ P കൃഷ്ണൻകുട്ടി അവർകൾ ലൈബ്രറി കൗൺസിലിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. ഒരു ഉത്തമ സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹത്തെയും വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രശസ്ത കവയിത്രിയാണ് ശ്രീമതി ബൃന്ദ അവർകൾ.
പുനലൂരിൻ്റെ അഭിമാനമാണ് അവർ. നിരവധി പുരസ്കാരങ്ങൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവരും നമ്മുടെ ഈ വേദിയുടെ ഇന്നത്തെ ഈ സഭയുടെ അലങ്കാരമാണ്. അവരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരുടെ അഭാവത്തിലും ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമായിട്ടുള്ള സേവന കേന്ദ്രങ്ങളുടെ എല്ലാം ചുമതല വഹിക്കുന്ന, ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന ഉഷ ബഹൻ, ദിശ ബഹൻ, മീന ബഹൻ, പിന്നെ കൊല്ലത്തിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും പാലക്കാടിൽ നിന്ന് കോട്ടയത്ത് നിന്നൊക്കെ എത്തിയിട്ടുള്ള സമർപ്പണമായിട്ടുള്ള സഹോദരന്മാർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒരു വാക്കിൽ എന്നുവെച്ചാൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൽ ഇത് ഇനോഗ്രേഷൻ ചെയ്യണം, സമർപ്പണം ചെയ്യണം. അതുകൊണ്ട് അതേ ഞാൻ നീട്ടുന്നില്ല, എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. പുനലൂരിലെ ഈശ്വരീയ വിദ്യാർത്ഥികളും ഇവിടെയുള്ള സേവാധാരികളും എല്ലാവരും ഇന്ന് ആതിഥേയന്മാരാണ്, ഹോസ്റ്റാണ്. എങ്കിലും അവരെയും നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും സുസ്വാഗതം, സ്വാഗതം, സ്വാഗതം. ഓം ശാന്തി. 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 ബ്രഹ്മകുമാരി സഹോദരിമാർക്ക് ഹൃദയത്തിൻ്റെ നന്ദി. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം പിന്നിട്ട വഴികളിലൂടെ കടന്നു ചെന്ന് ബ്രഹ്മകുമാരീസിൻ്റെ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു സംക്ഷിപ്ത പരിചയം നൽകുന്നതിനായി ആരാധ്യയായ രാജയോഗിനി ബ്രഹ്മകുമാരി മീന ബെഹൻജിയെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. രാജയോഗിനി മീന ബെഹൻജി, സംപൂജ്യ സ്വാമിജി, മറ്റ് വിശിഷ്ടാതിഥികൾ, മുതിർന്ന രാജയോഗിനി സഹോദരിമാർ, സദസ്സിലിരിക്കുന്ന ആത്മബന്ധുക്കളെ, പുനലൂരെ സാധനാ ഭവനത്തിൻ്റെ ഈ ഉദ്ഘാടന വേളയിൽ നമ്മളിന്നിവിടെ സംഗമിച്ചിരിക്കുമ്പോൾ പ്രജാപിതാ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം അതിൻ്റെ 90 വർഷത്തെ സേവനങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഈ ദീപാവലിയായപ്പോൾ ഈ മഹായജ്ഞത്തിൻ്റെ സ്ഥാപനയുടെ 90ാമത്തെ വർഷമായിരുന്നു. 1936 സ്വയം ഭഗവാൻ നിരാകാരനും അറിവിൻ്റെ കടലും ശാന്തിയുടെ സാഗരവും സർവശക്തിവാനുമായ ഭഗവാൻ സത്യം ശിവം സുന്ദരം പരമേശ്വരൻ ഈ ഭൂമിയിൽ വന്ന് ഒരു മഹത്തായ ജ്ഞാനയജ്ഞം ആരംഭിച്ചു. ആ ജ്ഞാനയജ്ഞത്തിൻ്റെ പേരാണ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. രാജസ്ഥാനിലെ മൗണ്ട് അബൂലാണ് ഇന്ന് ഈ മഹായജ്ഞത്തിൻ്റെ ആഗോള ആസ്ഥാനം. 36 ആരംഭം സിന്ധ് പ്രവിശ്യയിലായിരുന്നു. ഈ വിശ്വവിദ്യാലയം ആരംഭിച്ചപ്പോൾ ഭഗവാൻ ഇതിന് നിമിത്തമാക്കിയത് ഇന്ന് നമ്മുടെ ഈ സാധനാ ഭവനത്തിൻ്റെ നിർമ്മാണത്തിന് ഒരു കുടുംബം നിമിത്തമായതുപോലെ പ്രഭാകരൻ ഭായിയും വിജയ് മാതാജിയും നിമിത്തമായി ഈ സാധനാ ഭവനം ഉണ്ടാക്കിയതുപോലെ മുഴുവൻ വിശ്വത്തിന് വേണ്ടി ഭഗവാൻ ഈ യജ്ഞം ആരംഭിക്കാൻ നിമിത്തമാക്കിയതും ഒരു കുടുംബത്തെയാണ്. ആ സമയത്ത് ഭാരതത്തിലെ വജ്രവ്യാപാരികളുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്ന ദാദാ ലേഖരാജ് എന്ന പൂർവാശ്രമത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു ധനികനായ കോടീശ്വരനായ ഒരു വജ്ര വ്യാപാരി, അദ്ദേഹത്തിന് ഭഗവാൻ പ്രജാപിത ബ്രഹ്മവെന്ന് നാമകരണം ചെയ്ത് ആ സ്ഥാപക പിതാവിലൂടെയാണ് ഈ യജ്ഞം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ യശോദാ ഭവനം എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരംഭിച്ച ആ ജ്ഞാനയജ്ഞമാണിന്ന് വടവൃക്ഷം പോലെ 140-ലധികം രാജ്യങ്ങളിൽ രാജയോഗ മെഡിറ്റേഷൻ സെന്ററുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ
സ്വയം സർവശക്തിവാൻ ഈ വിദ്യാലയം ആരംഭിച്ചത് മുഴുവൻ വിശ്വത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ വിശ്വവിദ്യാലയം എന്നറിയപ്പെടുന്നത്. ഈശ്വരനാണ് ആരംഭിച്ചത്, അതുകൊണ്ടാണ് ഇതിനെ ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നറിയപ്പെടുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, സ്കൂൾ കോളേജുകളിൽ ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നിനി ഒരു ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ആവശ്യം എന്താണ്? ഇവിടെ പഠിക്കുന്നത് ആബാലവൃദ്ധം ജനങ്ങളാണ്. എല്ലാ കുടുംബങ്ങളും, കുട്ടികൾ ഉൾപ്പെടെ കുടുംബസമേതം 1 മണിക്കൂർ വന്ന് ഈശ്വരീയ സത്സംഗം, ഒപ്പം രാജയോഗ ധ്യാനം. ഇവിടെ മുഖ്യമായി 4 വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. ആദ്യത്തേത് ജ്ഞാനം, രണ്ടാമത്തേത് യോഗം, മൂന്നാമത്തേത് ധാരണ, നാലാമത്തേത് സേവനം. ജ്ഞാനമർത്ഥം ആത്മജ്ഞാനം. നമ്മൾ ഈ നശിക്കുന്ന ദേഹമല്ലെന്നും നമ്മൾ ഓരോരുത്തരും ഒരാത്മചൈതന്യമാണെന്ന അവയർനെസ് ആണ് ഈ വിദ്യാലയത്തിലെ ഫസ്റ്റ് ലെസൺ. അതോടുകൂടി നമ്മുടെ അകക്കണ്ണ് തുറക്കുകയും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ ആത്മബന്ധുക്കളാണെന്ന തിരിച്ചറിവ് ലഭിക്കുകയാണ്. രണ്ടാമത്തത് യോഗം, രാജയോഗ ധ്യാനമാണ്. ഇവിടെ രാജയോഗി ജീവിത ശൈലിയാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. ആത്മബോധത്തിൽ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കളാണ്, സഹോദരങ്ങളാണ്. ആത്മബോധത്തിലിരുന്ന് പരമാത്മാവിനെ ഓർമ്മിച്ച് ഈശ്വരീയ ശക്തി ആർജിച്ച് സ്വന്തം ജീവിതത്തിൽ ഒരു സെൽഫ് എംപവർമെന്റ്, സ്വന്തം കാലിൽ ജീവിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കുക. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഒരു നല്ല വിദ്യാർത്ഥിയാകാൻ, ഒരു വീട്ടമ്മയ്ക്ക് ഒരു നല്ല വീട്ടമ്മയാകാൻ, രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന സേവനമാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ പോലും ആ ജോലി ഏറ്റവും ഒരു നല്ല മാനവനായി ചെയ്യാൻ ഒരു നല്ല ഹസ്ബൻഡ്, നല്ല ഉദ്യോഗസ്ഥൻ, ഒരു നല്ല പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും നല്ലത് എന്ന ആ ഒരു ഡിഗ്രിയാണ്, സർട്ടിഫിക്കറ്റാണ്, ക്വാളിഫിക്കേഷനാണ് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളിൽ പലരും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് എഞ്ചിനീയേഴ്സ് ആയിട്ടുണ്ടാവും, MBBS കോളേജിൽ പഠിച്ചിട്ട് ഡോക്ടറായിട്ടുണ്ടാവും. ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പഠിക്കുന്നത് ഒരു നല്ല മാനവനാകാനാണ്. നല്ല മാനവനർത്ഥം ദിവ്യഗുണധാരിയായ മാനവൻ. അതാണ് ഇവിടെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ സബ്ജക്റ്റ്. അവഗുണങ്ങളെ, നോ ഡിഫക്റ്റ്, പെർഫെക്ഷനിലേക്ക്, അവഗുണങ്ങളിൽ നിന്നുള്ള സമ്പൂർണ്ണ മുക്തി, ദുർവികാരങ്ങളിൽ നിന്നുള്ള സമ്പൂർണ്ണ മുക്തി. ഒരു മനുഷ്യന് തൻ്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിന് നമ്മളെ സഹായിക്കുന്ന ഈ മഹത്തായ യജ്ഞത്തിലെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഒരു പൂർണ്ണതയുണ്ട്. പറയാറുണ്ട് നമ്മൾ 5 പേര്, ഈ 5 വിരലുകൾക്ക് 5 പ്രത്യേകതയാണ്. അതേപോലെ നമ്മൾ മാനവരെല്ലാവരും വ്യത്യസ്തരാണെങ്കിലും നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു 100% തീർച്ചയായിട്ടും എത്തിച്ചേരാൻ കഴിയും. അതിനുള്ളൊരു വിദ്യാലയമാണിത്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന 4ാമത്തെ വിഷയം ശരീരം, മനസ്സ്, ധനം, ശ്വാസം, സമയം, സങ്കല്പമെല്ലാം സ്വമംഗളത്തിനും ജനമംഗളത്തിനുമായി എങ്ങനെ സദുപയോഗം ചെയ്യാം. അതിനുവേണ്ടി ഈശ്വരീയ സേവനത്തിൻ്റെ ലെവല് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഏകദേശം 21 വിഭാഗങ്ങളിൽ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സേവനം നടക്കുന്നുണ്ട്. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ സേവനങ്ങളെല്ലാം സൗജന്യമാണ്. ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു 7 ദിവസത്തെ ക്ലാസ്സുകളാണുള്ളത്. ഒരു ദിവസം 1 മണിക്കൂർ വീതം. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ 1 വീക്കിലി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഡെയിലി സത്സംഗമുണ്ട്, മെഡിറ്റേഷൻ പ്രാക്ടീസും ഉണ്ട്. വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാം. ഒപ്പം ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ നിത്യ സത്സംഗത്തിൻ്റെ ലാഭവും നമുക്ക് എടുക്കാം. എല്ലാ സേവനങ്ങളും സൗജന്യമായിട്ട് സേവനമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കണേ? അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സാധനാ ഭവനം. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കണം? എങ്ങനെയാണോ ഈ കുടുംബം, പ്രഭാകരൻ ഭായിയും മാതാജിയും മക്കളുടെയും എല്ലാം സഹയോഗത്തോടു കൂടി അവരൊരു പിടി മണ്ണും അതിനോടൊപ്പം ഈശ്വരീയ സാധനയ്ക്ക് വേണ്ടി ഈ പുനലൂർ നിവാസികൾക്ക് വേണ്ടിയിട്ട് ഹൃദയം കൊണ്ട്. Good morning, respected guests on the dais, divine brothers and sisters. Today is a very auspicious day in the history of Tamil Nadu zone and Kerala. Such a beautiful building is being dedicated for social service. ആദരണീയരായ സ്റ്റേജിലും
സഭയിലും വേദിയിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും വളരെ മംഗളപ്രദമായ ദിവസമാണ്. ഇന്ന് ഈ സാധനാ ഭവനം ഈശ്വര സേവനത്തിനായിട്ട് സമർപ്പിക്കപ്പെടുകയാണ്. First of all, I would like to congratulate Prabhakan brother and Vijay Amma Mataji for devoting a part of their personal property. And I would like to thank their family members also for cooperating in this task. So they have given God the Almighty a very big place in their own house. ആദ്യം പ്രഭാകരൻ ഭായിയെയും വിജയമ്മ മാതാജിയുമാണ് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരവരുടെ സ്വന്തം വസ്തുവിൽ നിന്ന് ഇത്രയും സ്ഥലം മാറ്റിവെച്ച് ഈശ്വരീയ സേവനത്തിന് വേണ്ടി അവരുടെയും മക്കളുടെയും പിന്നെ പുനലൂരിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെ ഭവ്യമായ ഒരു സാധനാ ഭവനം ഭഗവാന് വേണ്ടി ഇന്ന് സമർപ്പിക്കുകയാണ്. On behalf of all the branches in Tamil Nadu, Pondicherry and South Kerala, I offer their felicitations and congratulations on behalf of the full family once again. So let us give a loud applause. അവർക്ക് നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. തമിഴ്നാട്ടിലെ എല്ലാ ശാഖകളിലുള്ള എല്ലാ ഈശ്വര പരിവാരത്തിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെയധികം വീണ്ടും അഭിനന്ദനങ്ങൾ പറയുകയാണ്. Everyone knows about this program today, even if they are not able to come in a physical form, but they are all present here in a subtle way. നമ്മുടെ ഈ തമിഴ്നാട് കേരള സോണിൻ്റെ എല്ലാ ഈശ്വരീയ വിദ്യാർത്ഥികൾക്കും ഇന്നിങ്ങനത്തെ ഈ പരിപാടി നടക്കണമെന്ന് അറിയാം. അവർക്കെല്ലാവർക്കും ശരീരം കൊണ്ട് ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും മാനസികമായിട്ട് അവരെല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. During this period of time, a place for peace is very, very important. വർത്തമാന സമയത്ത് ലോകത്തിൻ്റെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ശാന്തിക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാനം വളരെ മഹത്വം അർഹിക്കുന്നു. Because all over the world we know about the different happenings. Even within India, just let's take the example of last week. ലോകം മുഴുവനും നമുക്കറിയാം എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന്. ഭാരതം ഒട്ടും പിന്നിലല്ല. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. Last week there was a cyclone in the Indian Ocean and there was a cyclone in the Bay of Bengal. So eastern part of India and the western coast of India, 90% of India was under the tension of cyclone. കഴിഞ്ഞ ആഴ്ച ബേ ഓഫ് ബംഗാളിലും അറബിക്കടലിലും രണ്ട് സ്ഥലത്തും സൈക്ലോൺ ആയിരുന്നു. ഏകദേശം ഭാരതത്തിൻ്റെ മുക്കാൽ ഭാഗവും കോസ്റ്റൽ ഏരിയ ആണല്ലോ, അവിടെ മുഴുവനും സൈക്ലോണിൻ്റെ ഭീതിയിലായിരുന്നു. Cyclone, when it comes, it will come. But 4-5 days before itself, the news being shown, it will cross this area at this speed. It may not come to Kollam, it may not come to Punalur, but we are listening to this news again and again. There may be some change. The cyclone may come to Kollam also. So this all is creating fear in the minds of men. സൈക്ലോൺ വന്നിട്ട് പോകും. പക്ഷേ 4-5 ദിവസം മുമ്പ് തന്നെ സൈക്ലോണിനെ കുറിച്ചുള്ള ന്യൂസ് എല്ലാവരുടെയും ഉള്ളിലൊരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പം കൊല്ലത്ത് വന്നെന്നിരിക്കില്ല, പുനലൂർ എത്തിയെന്നിരിക്കില്ല. പക്ഷെ മനസ്സിൽ അതെങ്ങാനും ഇവിടെ വന്നാലോ, അവിടെ അഫക്റ്റ് ചെയ്താലോ, ഇങ്ങനെ സംഭവിച്ചാലോ എന്ന ഭയം സാധാരണക്കാരൊക്കെ മനസ്സിലുണ്ടായിരുന്നു ന്യൂസ് കണ്ടിട്ട്. Did you feel like that? അങ്ങനെ നിങ്ങൾക്കും തോന്നിയായിരുന്നോ? Every news channel you open, the first news for at least 1 or 2 minutes is cyclone coming in this area, within 2 days this is going to happen. Listening itself is enough stress. 3-4 ദിവസം ഏത് ന്യൂസ് ചാനൽ ഓപ്പൺ ചെയ്താലും ഏത് പത്രം തുറന്നാലും ആദ്യം 2-3 മിനിറ്റിൻ്റെ വാർത്ത, ആദ്യത്തെ വാർത്ത പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഈ ന്യൂസാണ്. അപ്പോൾ ഈ ന്യൂസ് നമ്മുടെ നാട്ടിൽ വന്നാലും വന്നില്ലെങ്കിലും നമ്മളതുകൊണ്ട് അഫക്റ്റഡ് ആയാലും ആയില്ലെങ്കിലും
ഈ ന്യൂസ് എല്ലാവരുടെയും മനസ്സിനെ അസ്വസ്ഥമാക്കത്തക്കതായിരുന്നു. Like this, there are so many news. There is every day one earthquake happening somewhere in the world. ഇതുപോലെ പല പല സ്ഥലത്ത് പലതും സംഭവിക്കുന്നുണ്ട്. ലോകം മുഴുവനും നോക്കുമ്പോൾ ദിവസവും എവിടെയെങ്കിലുമൊക്കെ ഭൂകമ്പം ഉണ്ടാവുന്നുണ്ട്. Sometimes we come to know, sometimes we don't. So many negative thoughts which we don't want, they are coming. നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത പല വിചാരങ്ങൾ, എന്തെങ്കിലുമൊക്കെ യുദ്ധം മനസ്സിലുണ്ടാവാറുണ്ട്. വേണ്ടാത്ത തരത്തിലുള്ള ചിന്തകൾ, കാര്യങ്ങൾ, വിഷയങ്ങൾ. And there is so much of influence of social media, and even the person sitting next to me, whatever they share with me, I am influenced by it today. സോഷ്യൽ മീഡിയ അത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്തുള്ളവർ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അയൽവാസികൾ, അവർ കേട്ട വാർത്തകൾ, അവർ വായിച്ചത്, അവർ കണ്ടത് നമ്മളോട് പങ്കുവയ്ക്കാറുണ്ട്. അത് നമ്മുടെ മനസ്സിനെ വളരെയധികം അസ്വസ്ഥമാക്കാറുണ്ട്. So we all are so thankful. Meditation practice helps us to be free from all these influences. നമുക്ക് എല്ലാവർക്കും ഈശ്വരന് നന്ദി പറയാം. മെഡിറ്റേഷൻ്റെ അഭ്യാസം ഈ സ്വാധീനത്തിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ മുക്തമാക്കിയിട്ട്, സ്വതന്ത്രമാക്കിയിട്ട് ശാന്തി, ഗഹനമായിട്ടുള്ള ഒരു ശാന്തി അനുഭവിക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. We don't have control over whatever is happening in the world, but I can make my mind, intellect, emotions so stable, so pure, positive, so that all this doesn't influence me. പുറത്ത് നടക്കുന്ന യുദ്ധമായിക്കോട്ടെ, പ്രകൃതി പ്രക്ഷോഭമായിക്കോട്ടെ, അതൊന്നും നമുക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഒട്ടും നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സിലത്തെ വിചാരങ്ങൾ എപ്രകാരമുള്ളതായിരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നമ്മുടെ മനസ്സല്ലേ, അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. So in these times, everyone is looking forward to practice of meditation. അതുകൊണ്ട് വർത്തമാന സമയത്ത് എല്ലാവരും അതിനായിട്ട്, അങ്ങനെയുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ട്, മെഡിറ്റേഷന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുണ്ട്, തിരയുന്നുണ്ട്. If we cannot go anywhere also, whenever we offer prayers in our puja room, we just bring a thought to our mind. Let everyone be good. Let us have good wishes for everyone. ധ്യാനിക്കാനായിട്ട് നമുക്ക് ദൂരെ ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പൂജാ റൂമിൽ നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിക്കുമ്പോൾ, അത് എവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് നേരം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാറില്ലേ, എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, എല്ലാവരും സുഖം അനുഭവിക്കുവാറാവട്ടെ എന്ന് ചിന്തിക്കാമല്ലോ. If we cannot help anyone in any other way, we can surely help with our good wishes. വേറെ ഏത് രീതിയിൽ നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ശുഭമായിട്ടുള്ള വിചാരങ്ങൾ, അതിന് വളരെയധികം ശക്തിയുണ്ട്. ആ വിചാരങ്ങളിലൂടെ നമുക്ക് എത്രയോ പേരെ സഹായിക്കാൻ പറ്റും. Today it has been scientifically proved, thoughts, vibrations, feelings reach to the person you want them to reach. വർത്തമാന സമയത്ത് സയൻസ് അത് തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ശുഭമായ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന സ്പന്ദനങ്ങൾ, തരംഗങ്ങൾ ആരെ പ്രതിയാണോ നമ്മളത് ചിന്തിക്കുന്നത് അവരിൽ തീർച്ചയായിട്ടും എത്തുന്നുണ്ട് എന്ന്. So all of us seated here today, we will take a determined thought. Whenever I get time, few seconds, few minutes, I will just have good thoughts for everyone. അതുകൊണ്ട് നമ്മളിവിടെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ഒരു ദൃഢമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാം. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി, എല്ലാവരുടെയും മംഗളത്തിന് വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് നേരം നല്ല വിചാരങ്ങൾ രചിക്കാം. I will be happy, let everyone be peaceful and happy. ഞാൻ സന്തോഷമായിരിക്കും, എല്ലാവർക്കും ശാന്തി സന്തോഷവും ലഭിക്കുമാറാകട്ടെ എന്ന് ചിന്തിക്കണം. So during this inauguration of Sadhana Bhavan in Punalur today, the people of Punalur, the people of Kerala will surely benefit. Everyone can come and spend some time during the full day. Just sit in peace. If we have time, we can take the spiritual lessons.
So surely Sadhana Bhavan here will be a lighthouse, a peace house for all the souls in the world. അതുകൊണ്ട് ഇന്ന് സേവനത്തിനായി സമർപ്പിക്കപ്പെടാൻ പോവുകയാണ് നമ്മുടെ ഈ സാധനാ ഭവനം. മംഗളപ്രദമായ ഈ വേളയിൽ ഞാൻ നിങ്ങളോടൊക്കെ ആവശ്യപ്പെടുകയാണ്, സമയം കിട്ടുമ്പോഴൊക്കെ അല്പനേരമെങ്കിലും സമയം കിട്ടുമ്പം കുറച്ച് നേരമെങ്കിലും ദിവസവും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിവെച്ച് ഇവിടെ വന്ന് ശാന്തമായിട്ടിരുന്നിട്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി, എല്ലാവരുടെയും മംഗളത്തിന് വേണ്ടിയിട്ട്, എല്ലാവരുടെയും സമാധാനത്തിന്, സന്തോഷത്തിന് വേണ്ടി കുറച്ച് നേരം ശുഭമായ വിചാരങ്ങൾ രചിക്കണം. Once again, congratulations to all of you who are here. We are cooperating by our presence, by our vibrations, and the positive vibrations we give today will spread to everyone, and every day people will come and take benefit. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും. എല്ലാവരും തീർച്ചയായിട്ടും നാൾക്ക് നാൾ ഇതറിഞ്ഞ് എല്ലാവരും കൂടുതൽ പേര് വന്നുകൊണ്ടിരിക്കും. അത്രയും പേര് എല്ലാവരും ഈ സാധനാ ഭവൻ്റെ മെഡിറ്റേഷൻ നേട്ടം എടുക്കും. ഓം ശാന്തി. താങ്ക് യു. എൻ്റെ സമർപ്പണത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് സംഘാടകർ വളരെ നേരത്തെ തന്നെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ക്ഷണം സ്വീകരിച്ചത്. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതിയായ സന്തോഷം തോന്നുകയാണ്. ഈ സാധന ഭവൻ്റെ സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം നൽകിയതിന് ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ സ്നേഹത്തോടെ രേഖപ്പെടുത്തുകയാണ്. വളരെ വിശദമായിട്ടുള്ളൊരു സംസാരത്തിനുള്ള അവസരമല്ല ഇത് എന്നെനിക്കറിയാം. ഇവിടെ പല പ്രഭാഷണങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ രാജയോഗിനി ബ്രഹ്മകുമാരി ബീന ബഹൻജി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനം 1937 അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അത് സിന്ധ് പ്രവിശ്യയിലെ ഹൈദരാബാദിൽ, ഇന്നിപ്പോൾ അത് പാകിസ്ഥാനിലാണ്. എന്നാൽ പിന്നീട് 1947 രാജസ്ഥാനിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റുകയായി. ഏതാണ്ട് 140 രാജ്യങ്ങളിലായി 7000-ഓളം കേന്ദ്രങ്ങളാണ് ലോകത്താകമാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ 75-ഓളം കേന്ദ്രങ്ങളിലാണ് ബ്രഹ്മകുമാരീസിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ എത്രമാത്രം സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ഈ പ്രസ്ഥാനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. മാത്രമല്ല, ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നതാരാണ്? സ്ത്രീ സമൂഹമാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നതും അതോടൊപ്പം തന്നെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൈകാര്യം. ലോകത്ത് നിരവധിയായിട്ടുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുമ്പോൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്ത്രീ സമൂഹം നിയന്ത്രിക്കുന്ന, നേതൃത്വം നൽകുന്ന, ഭരണപരമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്ന പ്രസ്ഥാനങ്ങൾ വളരെ പരിമിതമാണ് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള ഈ പ്രസ്ഥാനം വളരെ സമാധാനത്തോടെ, മികവോടെ, സമർപ്പണ മനോഭാവത്തോടെ രാജ്യത്തും ലോകത്തും എല്ലാം ഏറ്റവും
മികച്ച നിലയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി പുഷ്പലത അവരുടെ അധ്യക്ഷ പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഏറെ സമാധാനം തോന്നുന്നു എന്നാണ് നമ്മുടെ ചെയർപേഴ്സൺ പറഞ്ഞത്. പൊതുവേ സമാധാനപ്രിയയായിട്ടുള്ള ചെയർപേഴ്സണാണ് നമുക്കുള്ളത്. അങ്ങനെ കലഹിക്കുന്ന ഒരു ചെയർപേഴ്സണല്ല. സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളിലും ഏറെ സംയമനത്തോടെ ക്ഷമയോടെ അത്തരം ഘട്ടങ്ങളിൽ ഇടപെടുന്ന സമാധാനകാംക്ഷിയായിട്ടുള്ള നമ്മുടെ ചെയർപേഴ്സണ് കൂടുതൽ സമാധാനം ഇവിടെ വന്നപ്പോൾ തോന്നി എന്ന് പറയുമ്പോൾ തന്നെ ഈ അന്തരീക്ഷം അവർക്ക് നൽകിയ ഒരു കരുതലും അല്ലെങ്കിൽ സ്നേഹവും വലുതാണ് എന്നുള്ളത് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാവർക്കും, അത് അവർക്ക് മാത്രമല്ല ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു ഫീലിംഗാണ്. നമുക്കിവിടെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സംഘർഷങ്ങൾ ബാക്കി ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റിവെച്ചാണ് നമ്മൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ രാജയോഗിനി ബ്രഹ്മകുമാരി ബീന ബെഹൻജി അവരുടെ അനുഗ്രഹ പ്രഭാഷണത്തിൽ അത് പ്രത്യേകമായി പറയുകയാണ്. ലോകത്ത് പല യുദ്ധങ്ങളും കെടുതികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പരിമിതികളിൽ നിൽക്കുന്നതല്ല. എന്നാൽ ചിലത് നമുക്ക് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും. അത് നമ്മുടെ മനസ്സിലുള്ള യുദ്ധമാണ്, ആഭ്യന്തര സംഘർഷങ്ങളാണ്, മാനസികമായിട്ടുള്ള സംഘർഷങ്ങളാണ്. അത് അവസാനിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ അവസാനിപ്പിക്കുവാൻ കഴിയും. അത് വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാലും അത് വർദ്ധിപ്പിക്കാൻ കഴിയും. അത് വർദ്ധിപ്പിക്കാൻ ആരും ആഗ്രഹിക്കില്ല. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രസക്തി എത്രമാത്രമാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. മാനവഹൃദയത്തിൽ ശാന്തി നിറഞ്ഞു, കരളിൽ കനിവിൻ നാമ്പ് വിരിഞ്ഞു, സ്നേഹത്തിൻ മുകളങ്ങൾ തളിർത്തു, സ്നേഹത്തിൻ മുകളങ്ങൾ തളിർത്തു, വിശ്വശാന്തിയുടെ ഗീതം മുഴങ്ങി, മാനവഹൃദയത്തിൽ ശാന്തി നിറഞ്ഞു, കരളിൽ കനിവിൻ നാമ്പ് വിരിഞ്ഞു, സ്നേഹത്തിൻ മുകളങ്ങൾ തളിർത്തു, സ്നേഹത്തിൻ മുകളങ്ങൾ തളിർത്തു, എല്ലാവർക്കും കൂടെ ചേർന്ന് സാധനാ ഭവനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം. അതിനുശേഷം വേദിയിൽ പരിപാടി തുടർന്ന് നടക്കുന്നതായിരിക്കും. സത്യമറിഞ്ഞവരുണരുകയായി
പരമാത്മാവ് സ്വയം സ്ഥാപിച്ച ഈ സാധനാ ഭരണത്തിൻ്റെ പതാക ഇവിടെ ഉയർത്തിയിരിക്കുകയാണ്. എല്ലാവരും കൈവരിക്കുക. ഈശ്വരത്തോടുള്ള
പ്രവർത്തകർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഈ അനുഗ്രഹ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും എത്തിച്ചേർന്നിട്ടുള്ള ഏറെ ബഹുമാന്യരെ, സഹോദരങ്ങളെ, മറ്റെല്ലാ ചടങ്ങിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം വേദികളിൽ പങ്കെടുക്കുമ്പോൾ നമുക്കും വല്ലാത്ത ഒരു സമാധാനം കൈവരുന്നത് പോലെ തോന്നുകയാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും ആഗ്രഹിച്ചത് ഒരേ ഒരു കാര്യം തന്നെയാണ്, സമസ്ത ലോകത്തിനും സുഖം ഭവിക്കട്ടെ എന്നുള്ള ഒരാപ്തവാക്യം തന്നെയാണ്. തീർച്ചയായും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. എല്ലാവരും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ എപ്പോഴും തിരക്കുള്ള ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലും എല്ലാവരുടെയും കാഴ്ചപ്പാട് എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത്തരത്തിലേക്കുള്ള തീരുമാനമെടുക്കുന്നതിന് ഒരുപാട് സമയം കണ്ടെത്താൻ നമുക്ക് കഴിയാതെ വരുന്നുണ്ട്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രതികൂലമായ കാര്യങ്ങളെല്ലാം നേരിടേണ്ടി വരുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇത്തരം വേദികൾ പലപ്പോഴും അനുഗ്രഹമായി തീരുകയാണ്. ഇവിടെ ഈ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രധാന പ്രവർത്തകർ വളരെ നേരത്തെ തന്നെ ഈ ചടങ്ങിലേക്ക് നമ്മളെ ക്ഷണിക്കുകയുണ്ടായി. ഡയറിയിൽ ആ ഡേറ്റ് കുറിപ്പിച്ചിട്ടിട്ടാണ് സാറൊക്കെ അവിടുന്ന് പോരുന്നത്. പല വേദികളിലും ഇവിടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ ചേച്ചിമാരടക്കമുള്ളവർ ഇവിടുത്തെ പ്രധാന ആളുകളാണ്. അല്ലെങ്കിൽ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിവിടെ സാക്ഷാത്കരിക്കുകയാണ്. എല്ലാവരെയും ഏത് സമയവും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു മന്ദിരത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമുക്ക് പല മാനസിക സംഘർഷങ്ങളും ഉണ്ടാകാറുണ്ട്. അത് പ്രവർത്തന മേഖല ഏത് തന്നെയായാലും ആ സമയങ്ങളിൽ ചിലപ്പോൾ 5 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരുന്നാൽ നമുക്കൊരു സമാധാനം കിട്ടുന്നത് പോലെ തോന്നാറുണ്ട്. ഇവിടെ ബ്രഹ്മകുമാരീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ പ്രവർത്തന മേഖല വളരെ വിസ്തൃതമാണ്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, രക്തദാനം എന്ന മഹാ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ എത്രയോ ആളുകളാണ് ഒരു രാഷ്ട്രീയ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് നമ്മളെല്ലാം ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ട് രക്തത്തിന് വേണ്ടി അവരുടെ ആ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ട പുണ്യ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും സഹായം ചെയ്യുവാൻ കഴിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം വിളിക്കുന്നത്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം നമുക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു മഹാകാര്യം, രക്തദാനം മഹാദാനം എന്ന് പറയുന്ന ഒരു പുണ്യപ്രവൃത്തി നമുക്ക് ചെയ്യുവാൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. പ്രദേശത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അവിടെ കത്തിക്കുന്ന ദീപം, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആരാധനാലയങ്ങളിലൂടെ വരുന്ന ആ ആത്മീയ പ്രഭയാണ്. അത് ഹിന്ദുവാകാം, മുസ്ലിം ആവാം, ക്രിസ്ത്യാനിയാകാം, ഏതുമാകാം. അപ്പോൾ അതാണ് ഓരോ നമ്മുടെ പ്രദേശങ്ങളിലെ ഓരോ ക്ഷേത്രങ്ങളും അവിടുത്തെ പ്രാർത്ഥനകളും അവിടെ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളും ഒക്കെ എന്ന് പറയുമ്പോൾ അതാത് പ്രദേശങ്ങളിലെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ്. അങ്ങനെ ഒരു മഹാഭാഗ്യം എന്ന് പറയുമ്പോൾ ഒരു ഐശ്വര്യത്തിന് വേണ്ടി ഇന്നിവിടെ ഒരു തിരി തെളിയിച്ചിരിക്കുകയാണ്. ഇത് ഒരു പ്രാർത്ഥനയിലൂടെയും അല്ലെങ്കിൽ ഈ കർമ്മങ്ങളിലൂടെയും അല്ലെങ്കിൽ ഈ ഒരു യോഗ ധ്യാനത്തിലൂടെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ വിഷമതകളെ, ഇന്ന് മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നതാണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ദൈനംദിനം നമ്മുടെ സോഷ്യൽ മീഡിയകൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള വിഷയങ്ങളാണ് നമ്മൾ ഓരോ ദിവസം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അച്ഛൻ മകനെ തിരിച്ചറിയാൻ പറ്റാത്ത കാര്യം, അച്ഛന് മക്കളെ തിരിച്ചറിയാൻ പറ്റാത്ത കാര്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്ന് പറയുമ്പോൾ എന്താണ് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാലം.
ഇന്ന് ഒരു കല്യാണം കഴിഞ്ഞാൽ അത് 1 മാസത്തിനുള്ളിൽ ഡൈവേഴ്സ് ആവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പറയും. ഞാനൊരു രാജ്യം സന്ദർശിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കല്യാണമേ ഇല്ല. കല്യാണമില്ലെന്നല്ല, അവിടെ ഡൈവേഴ്സ് ഇല്ല. ബന്ധം വേർപിരിക്കുന്ന പ്രശ്നം അവിടെ ഇല്ല. കാരണം അവിടെ കല്യാണമില്ല. അതാണ് വിഷയം. നേരത്തെ ഇവിടെ സാറ് പറഞ്ഞ കണക്ക് തുടങ്ങി. അപ്പം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഭാരതത്തിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൈനംദിനം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന വിഷയങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മഹാഗുരു ജീവിച്ചിരുന്നു. നമുക്കെല്ലാം അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, ശ്രീനാരായണ ഗുരു. അദ്ദേഹം പറഞ്ഞു, നമ്മളോട് പറഞ്ഞ്, നീ മദ്യമുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. നമ്മളതേ ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റി? നമ്മുടെ തലമുറകളെല്ലാം വന്നിരിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടാണ്. ഇന്ന് രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അമിത ഉപയോഗമാണ്. രണ്ടാമതൊന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജാതി ചോദിക്കരുത്, പറയരുത്. നമ്മൾ അതേ ചെയ്യുള്ളൂ. നമ്മുടെ മക്കളെ നമ്മുടെ ജാതിയിൽപ്പെട്ടവരല്ലാതെ വേറൊരാൾക്കെന്ന് പറയുന്നത് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കത്തില്ല. നമ്മൾ ജാതിയൊക്കെ പറയും. മാതാവ് വിജയമ്മയ്ക്കും താങ്കൾ ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം തലമുറകൾക്കും പുനലൂരിൻ്റെ വെളിച്ചമായി നിൽക്കുമെന്ന് പുനലൂരിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ശശി സാർ, ഇതിൻ്റെ പുറകിലെല്ലാം ഓടി നടക്കുന്ന ശശി സാറെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി സാറ് വന്നു. എന്നോട് ആൾക്കാർ പറഞ്ഞിരുന്ന ഇതുപോലെ ഈ പാസ്പോർട്ട് വെരിഫൈ ചെയ്യുന്ന പോലീസ് വരുമ്പോൾ അവർക്ക് ഇന്ന തുക കൊടുക്കണം, അതാണ് വിഷയം എന്നുള്ളത്. അപ്പോൾ ഞാനതനുസരിച്ച് സാറിന് ആ തുക കൊടുക്കുകയും, അപ്പം സാറത് വാങ്ങിയില്ല എന്നുള്ളത് മാത്രമല്ല, എങ്ങനെ ഒരു ഉന്നതമായിട്ടുള്ളൊരു മനുഷ്യനുള്ളത് സൗമ്യമായിട്ടുള്ള വാക്കുകൾ മൂലം അന്ന് പരിചയപ്പെട്ടതാണ് ശശി സാറ്. അന്നു മുതൽ ഈ പരിചയം തുടർന്നുണ്ട്. ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ, ഇവരുടെ ബ്രഹ്മകുമാരി, സാധനാഭവൻ, സമർപ്പണം. 4 വാക്കുകളെ. ഈ 4 വാക്കുകളുടെ ഇടയ്ക്ക് സമർപ്പണം, സാധന, ഇതിനകത്ത് തന്നെ അവരുടെ ഈ മുഴുവൻ ആ ഉദ്ദേശം ആ 2 വാക്കുകളിൽ ചുരുക്കി. മൊത്തം 4 വാക്കുകളേ ഉള്ളൂ സാധനം. സമർപ്പണം. സമർപ്പണം കർമ്മയോഗത്തിൻ്റെ ഭാഗമാണ്. ചെയ്യുന്ന എല്ലാ കർമ്മവും കർമ്മയോഗത്തിൽ പെടിയില്ല. അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം. അതിൻ്റെ ഭാഗമാണ് സമത്വ ബുദ്ധി, സുധർമ്മ ബുദ്ധി, സാങ്കേയ ബുദ്ധി, സമർപ്പണ ബുദ്ധി, പ്രസാദ ബുദ്ധി. ഇതാണ് കർമ്മയോഗം. ഇതിനെ കഴിഞ്ഞ് നമ്മളങ്ങോട്ട് വരുമ്പോഴാണ്, ഈ ജ്ഞാനയോഗത്തിലേക്കുള്ള മാർഗത്തിൽ വരുമ്പോഴാണ് സാധനാധന. ഭഗവാൻ ധ്യാനത്തിലേക്ക് പോകും മുമ്പ് ജ്ഞാനയോഗത്തിൽ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള 20 സാധനങ്ങളുണ്ട്. ആ സാധനകളുടെ അമാനിത്വം എന്ന് തുടങ്ങിയുള്ള 20 അമാനിത്വം, മാനിത്വം, പ്രൈഡ്, ഭഗവാൻ പറയുന്ന ഹ്യൂമിലിറ്റി, അതിൽ നിന്ന് തുടങ്ങിയ 20 സാധനങ്ങളാണ് ജ്ഞാനയോഗത്തിലെത്തിക്കുന്നത്. അപ്പം ഈ ഭവനത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള മുക്തിക്കുള്ള വിഷയങ്ങൾ ധ്യാനം, സാങ്ക്യം പറഞ്ഞാൽ ശരീരവും പുരുഷയും ക്ഷേത്രവും ക്ഷേത്രണീയയും വേറാണ് എന്നുള്ള തിരിച്ചറിയൽ. അല്ല, അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കർമ്മയോഗത്തിൽ കൂടി നമ്മുടെ മനസ്സങ്ങ് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അല്ല, അതും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ സത്സംഗം കേൾക്കുക, ഗുരു പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അപ്പം ഇത് എല്ലാം കൂടെ ശ്രവണം, മനനം, ധ്യാനം, ഈ 3 ഭഗവാൻ തന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഈ ഭവനത്തിൽ കൂടി പുനലൂർക്ക് നൽകുന്ന ഈ പ്രസ്ഥാനത്തിന് നന്ദിയുണ്ട്. നമസ്കാരം. ഇവിടെ എന്നെ ഈ സ്വാഗതം പറഞ്ഞതിൽ നിന്ന് ഒപ്പം കൂട്ടിച്ചേർക്കാൻ, ഞാൻ ഇതിൻ്റെ സമീപവാസി, ഞാനും കൃഷ്ണൻകുട്ടി സാറൊക്കെ ഇതിൻ്റെ അയൽവാസി.
ഒരു ജനപ്രതിനിധി എന്നുള്ളതിലുപരി ഇതിൻ്റെ അയൽവാസി എന്നുള്ളതിനേക്കാൾ പുനലൂരിൽ ബ്രഹ്മകുമാരീസ് രാജയോഗ മെഡിറ്റേഷൻ സെൻറ്റർ ആരംഭിച്ചപ്പോൾ അതിലെ ആദ്യ ബാച്ചിൽ പങ്കെടുത്ത ആൾ കൂടിയാണ് ഞാൻ. സന്തോഷത്തോടെയാണ്, അഭിമാനത്തോടെയാണ് അത് പറയുന്നത്. ഞാനും ഭാവിയിൽ രക്ഷപ്പെടുമ്പോൾ ഇപ്പോൾ പ്രസിഡന്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പറയാൻ വേണ്ടി കുറിച്ച് വെച്ചു. ഇവിടെ ഈ ചടങ്ങിൻ്റെ ഏറ്റവും മഹത്വമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രഭാകരൻ ചേട്ടനും വിജയമ്മ ചേച്ചിയും ഈ അതിര് തർക്കത്തിന് ഇന്നും പോയിട്ട് വന്നയാളാണ് ഞാൻ. സ്വന്തം ഭൂമിയുടെ കല്ല് അടുത്ത പുരയിടത്തിലേക്ക് ഒരല്പം മാറി നിൽക്കുന്നത് കണ്ട് അവിടെ കൊടുവാൾ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നവരുടെ ഇടയിൽ പോയി നിന്ന് പരിഹരിക്കാൻ ശ്രമിച്ചയാണ്. ആ നാട്ടിൽ ഏകദേശം 2 കോടിയിൽ പരം രൂപ വില വരുന്ന വസ്തുവക ഇത്തരം ഒരു കേന്ദ്രത്തിന് വേണ്ടി വിട്ടു നൽകിയ അവരുടെ പുണ്യപ്രവൃത്തിയെ ഹൃദയം തൊട്ട് അഭിനന്ദിക്കുകയാണ്. അവർ ഞങ്ങളുടെ നാടിന് ഒരു ചൈതന്യമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഇതുവഴി കടന്നു പോകുമ്പോൾ ഇതൊരു പോസിറ്റീവ് എനർജിയാണ്. ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് സാധാരണഗതിയിൽ ജനപ്രതിനിധികൾക്കുമൊക്കെ ഇവിടെ മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചു നമ്മൾ ഈ നെഗറ്റീവ് എനർജിയിൽ നിന്നും മാറി നിൽക്കണമെന്ന്. ഈ നെഗറ്റീവ് പ്രശ്നങ്ങൾ വരുമ്പോഴേ ഞങ്ങൾ രാഷ്ട്രീയക്കാരെ ആളുകൾ ഓർക്കാറുള്ളെന്നുള്ളത്. അതിര് തർക്കം ഉണ്ടെങ്കിലേ രാഷ്ട്രീയക്കാരൻ വേണം, അല്ലേ? വീട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും രാഷ്ട്രീയക്കാർ ഓർക്കും. അപ്പം ഞങ്ങൾ സാധാരണ രീതിയിൽ തിരക്കി ചെല്ലുന്ന ആളുകളാണ്. ഈ നെഗറ്റീവ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി ചെല്ലുന്ന ആളുകൾ. അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജ്ഞാനക്ഷേത്രം കണ്ടുകൊണ്ട് അതിൻ്റെ ചൈതന്യം കൂടി ആവാഹിച്ചുകൊണ്ട് കടന്നു പോകാൻ കഴിയുന്നു എന്നത് സന്തോഷകരമാണ്, അഭിമാനകരമാണ്. ഇതിൻ്റെ നേതൃപരമായ പങ്കുവഹിച്ച ശശി സാർ, അദ്ദേഹത്തിൻ്റെ കാര്യം കൂടെ എടുത്ത് പറയേണ്ടത്. അദ്ദേഹം പോലീസിന് പറ്റിയ ആളായിരുന്നില്ല. ഇവിടെ കൈക്കൂലി കൊടുത്ത വാങ്ങിക്കാത്ത പോലീസുകാരുണ്ടോ? കൈക്കൂലി കൊടുത്തിട്ട് അശോകൻ ഡോക്ടർ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി കൈക്കൂലി കൊടുത്തിട്ട് അത് വാങ്ങിക്കാത്ത മനുഷ്യനാണ് അദ്ദേഹം. പോലീസ് പണിക്ക് ആപ്റ്റല്ലായിരുന്നു, പക്ഷെ അദ്ദേഹം ഇതിന് ആപ്റ്റാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് ഇത്രത്തോളം ഊർജ്ജസ്വലമായി നേതൃത്വം വഹിച്ച ആ മനുഷ്യനെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഈ നാടിൻ്റെ ചൈതന്യ സ്രോതസ്സായി ഈ ജ്ഞാനക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നേതൃപരമായി പങ്കുവഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ നാടിന് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എപ്പോഴും നമ്മുടെ ബാഹ്യലോകം പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ മുഖരിതമാണ്. നമ്മുടെയൊക്കെ മനസ്സ് ഓരോ നിമിഷവും സങ്കീർണമാണ്. പുറത്തു നിന്നുള്ള ഓരോ കാര്യവും നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുകയും പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഓരോ നിമിഷവും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത്. ഇത്തരം ധ്യാന നേരങ്ങളിലൂടെയാണ് നമുക്ക് നമ്മളെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ള ആസുരഭാവത്തെ ഇല്ലാതാക്കാൻ, സാത്വികതയിലേക്ക് നമ്മെ നയിക്കുന്നതിന്, നമ്മെ തിരിച്ചു കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിക്കുന്ന ഒരു ധ്യാന മാർഗമാണിത്. ധ്യാനമെന്ന് പറയുന്നത് അതൊരു സ്നേഹത്തിൻ്റെ, ഒരു പ്രപഞ്ച സ്നേഹത്തിൻ്റെ ഒരു സങ്കല്പമാണ്. നമ്മെ പോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള നമ്മെ തിരിച്ചറിയുകയും ആ നമ്മെ പ്രപഞ്ചത്തോളം എത്തുന്ന, ആകാശത്തോളം എത്തുന്ന മറ്റൊരു നാമാക്കി മാറ്റുകയാണ്, ഒരു ചൈതന്യമാക്കി മാറ്റുകയാണ്. വിശ്വചൈതന്യത്തിൽ നിന്ന് നമ്മളിലേക്ക് ആ ചൈതന്യത്തെ ആവാഹിക്കുകയും തിരിച്ച് ആ ചൈതന്യം ആകാശത്തോളം എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ ദേവനാകുന്നത്. അതൊരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന എന്തെങ്കിലുമോ അല്ലെങ്കിൽ ഒരു വലിയ മറ്റെന്തെങ്കിലുമോ ആചാര്യനിലെ ഏതൊരു സാധാരണ മനുഷ്യൻ, നമ്മൾ അവധൂതന്മാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, ഏതൊരു സാധാരണ മനുഷ്യനും അവൻ്റെ ബാഹ്യമായിട്ടുള്ള കാഴ്ചയല്ല, അതിനപ്പുറത്ത് ആന്തരികമായൊരു വളരെ വലിയ ഒരു വളർച്ചയുണ്ട്, ഒരു ഉയർച്ചയുണ്ട്. അതിലേക്ക് നമ്മളെ നയിക്കുന്നത് ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളാണ്, ഇതേപോലെയുള്ള ഇടങ്ങളാണ്. ഇന്നിവിടെ ആ ധ്യാനം അത്രയും നേരം ഉണ്ടായിരുന്നതിനപ്പുറത്തേക്ക് ആ ധ്യാനത്തിലൂടെ കുറച്ചു നേരം കടന്നു പോയപ്പോഴേക്കും ഇവിടമൊക്കെ വളരെ ശാന്തമാവുകയും നമ്മുടെയൊക്കെ മനസ്സ്, എൻ്റെ മനസ്സ് വളരെ ശാന്തമായി സന്തോഷമായി മാറുകയും ചെയ്തു. മുൻപ് ദലൈലാമയോട് അദ്ദേഹത്തിൻ്റെ ലോകത്തെ വിഖ്യാതനായ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ സന്തോഷത്തിലാണോ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലായ്പ്പോഴും സന്തോഷത്തിലാണ് എന്ന്.
അതെങ്ങനെ സാധിക്കുന്നു? ലോകത്ത് ആർക്കും അത് സാധിക്കാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പത്രപ്രവർത്തകൻ ഇങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നിലയ്ക്കാത്ത സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ഞാൻ എപ്പോഴും ആനന്ദത്തിലാണ്. ഈ ആനന്ദം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾ ചിലപ്പോൾ എന്നെ കാണുന്നത് ബാഹ്യമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ട ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ കാണുകയായിരിക്കും. ഒരാളുടെ ആന്തരിക പരിസ്ഥിതി എന്താണോ അതാണ് അയാളാക്കുന്നത്, അതാണ് അയാളുടെ ധ്യാനം എന്നുള്ളത്. അത്തരം മഹത്തരമായ ഒരു ധ്യാന പദ്ധതിയാണ് നമ്മളെ ആനന്ദത്തിലേക്ക് നയിക്കുന്ന, സ്നേഹത്തിലേക്ക് നയിക്കുന്ന, ചരാചരങ്ങളെയും അവനവനെയും ചുറ്റുപാടുകളെയും ഒക്കെ തന്നെ സ്നേഹിക്കുവാനുള്ള ഒരു വളരെ വലിയൊരു പദ്ധതിയിലേക്ക് നയിക്കുന്ന ഒരു ധ്യാനാവിഷ്കാരമാണ് ഇന്നിവിടെ നടത്തുന്നത്. കണ്ണുകൾ തുറന്നു വെച്ചാൽ വളരെ നല്ലത്. കണ്ണടച്ചാൽ ഉറങ്ങിപ്പോകും. കാരണം മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിന് നല്ല കാംനെസ്, നല്ല ശാന്തി തരും. അപ്പം മനസ്സിന് ശാന്തി ഉള്ളപ്പോൾ ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. കണ്ണ് തുറക്കാന്ന് വെച്ചാൽ തുറച്ചും നോക്കണ്ട, നമ്മൾ മിഴിച്ചു നിരിക്കണ്ട, നോർമലായിട്ടിരിക്കുക. ശരീരത്തിൽ യാതൊരു പ്രഷറും കൊടുക്കാതെ ബി റിലാക്സ് ആയിട്ടിരിക്കുക. ഇത് മഹാസംഭവമൊന്നുമല്ല, കടുംപിടുത്തം പിടിച്ച് ബലപ്രദമായിട്ടിരിക്കേണ്ട കാര്യമല്ല. റിലാക്സ് ആയിട്ടിരിക്കുക, സ്വതന്ത്രമായിട്ടിരിക്കുക. ഓം ശാന്തി. എൻ്റെ കാൽപാദങ്ങൾ, എൻ്റെ കാലുകൾ, എൻ്റെ ശരീരത്തിൻ്റെ മധ്യഭാഗം, എൻ്റെ നെഞ്ച്, എൻ്റെ പുറം, എൻ്റെ ശിരസ്, ഇതെല്ലാം വളരെ റിലാക്സാണ്. എൻ്റെ മനസ്സിനെ ഞാൻ എന്നിലേക്ക് തിരിപ്പിക്കുകയാണ്. എന്നെ തന്നെ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഞാൻ ഈ ഭൂമിയിൽ വരുമ്പോൾ ഈ ശരീരം എനിക്കില്ല. ഞാൻ പോകുമ്പോഴും ഈ ശരീരം ഇവിടെ വിട്ടിട്ട് പോകും. അപ്പോൾ ഞാൻ ആരാണ്? ഞാൻ അതിസൂക്ഷ്മമായ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യ ശക്തിയാണ്. മുഴുവൻ ശരീരത്തിനെയും നിയന്ത്രിക്കുന്ന അദൃശ്യ ഊർജമാണ്. പുരിക മധ്യത്തിൽ തിലകം ചാർത്തുന്നിടത്ത് തലച്ചോറ് വഴി മുഴുവൻ ശരീരത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഒരു ഊർജമാണ് ഞാൻ. പുരിക മധ്യത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഊർജത്തെ കാണൂ. അവിടെയാണ് എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ കർമ്മഫലമായ സംസ്കാരം റെക്കോർഡായിട്ടുള്ളത്. ശരീരമെടുത്ത് ശരീരം ഉപേക്ഷിച്ച്, ശരീരമെടുത്ത് ശരീരം ഉപേക്ഷിച്ച് എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി ദുർബലമായിരിക്കുന്നു. വീണ്ടും ആ മനസ്സിനെ ശക്തിശാലിയാക്കാൻ ശക്തികളുടെയെല്ലാം ഉറവിടമായ പരമ്പൊരുളിനെ ഞാൻ കാണുകയാണ്. സങ്കൽപ്പിച്ച മാത്രം എൻ്റെ മുന്നിൽ കോടി സൂര്യന് തുല്യം പ്രകാശിക്കുന്ന പരമമായ ജഗദീശ്വരനെ, പരമേശ്വരനെ
ഈശ്വരനെ ഞാൻ കാണുന്നു. അവിടെ നിന്ന് അനേകം പ്രകാശകിരണങ്ങൾ ഊർജമായി വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഊർജത്തിൽ നിന്നും എന്നിലേക്ക് പരമാത്മാ ഊർജം പ്രവഹിക്കുകയാണ്. ആ ഊർജം പുരികമധ്യത്തിൽ തിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ പതിഞ്ഞ് സാധനാഭവൻ നിൽക്കുന്ന ഈ പ്രദേശം മുഴുവനും വ്യാപിക്കുകയാണ്. അവിടെ നിന്ന് കൊല്ലം ജില്ല മുഴുവനും വ്യാപിക്കുന്നു. ആ ഊർജത്തിൻ്റെ വ്യാപ്തം കൂടിക്കൂടി മുഴുവൻ കേരളത്തിലും പരമാത്മ പ്രകാശം വ്യാപിക്കുകയാണ്. ഈ ഊർജം മുഴുവൻ ഭാരതത്തിനെയും പൊതിയുന്നു. ഊർജം വികസിച്ച് വികസിച്ച് വിശ്വം മുഴുവനും വ്യാപിക്കുകയാണ്. ഊർജത്തിൻ്റെ വ്യാപ്തം കൂടിക്കൂടി പ്രപഞ്ചം മുഴുവനും പരമാത്മ പ്രകാശം നിറയുകയാണ്. അശാന്തരും ദുഃഖിതരുമായ മനുഷ്യാത്മാക്കൾ ഈശ്വര സന്നിധിയിലേക്ക് സാധനയ്ക്ക് വേണ്ടി ആകർഷിതരാകുകയാണ്. പതുക്കെ ഞാൻ സ്വബോധത്തിൽ വരുന്നു, ആത്മബോധത്തിൽ വരുന്നു. ശരീരമെന്ന ബോധത്തിൽ വരുന്നു. ഞാനിപ്പോൾ സാധനാഭവൻ പുനലൂരിലെ സമർപ്പണ മഹോത്സവത്തിലിരിക്കുന്നു. ആശീർവാദ കിരണങ്ങൾ ഭഗവാനിൽ നിന്നും വർഷിക്കുന്നു. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ ചുവടുകൾ എടുത്തു വയ്ക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ ഈ ശരീരം, എൻ്റെ കടമ, എൻ്റെ പദവി, എൻ്റെ കർമ്മം, ഈ ബോധത്തിലേക്ക് വരികയാണ്. ഒപ്പം ഒപ്പം ഈശ്വരൻ്റെ അനുഗ്രഹവും കൊണ്ട് പതുക്കെ ഭൂലോകത്തിൻ്റെ സ്മൃതിയിലെത്തുന്നു. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. അങ്ങനെയുള്ള ദേവതകളെ വാർത്തെടുക്കുന്ന, ദേവമനുഷ്യരെ വാർത്തെടുക്കുന്ന സ്ഥാനമാണിത്. ഇവിടെ ഈശ്വരൻ നമ്മളെ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വളരെ വളരെ ഭാഗ്യശാലികളാണ്, കോടി കോടി ഭാഗ്യശാലികളാണ്. പക്ഷെ നമ്മളെല്ലാ ഭാഗ്യശാലി കുട്ടികളിലും വളരെ സ്പെഷ്യലായിട്ടുള്ള ചില കുട്ടികളുണ്ട്, വിശേഷ ആത്മാക്കളുണ്ട് അല്ലേ? വളരെ സ്പെഷ്യലാണ് ആ കുട്ടികൾ. അങ്ങനെയുള്ള രണ്ട്
ഈശ്വര സന്താനങ്ങളെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ലേ, നമ്മുടെ അത്യധികം നമുക്ക് സ്നേഹമുള്ള, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് നമ്മളെല്ലാ ഭഗവത് സന്താനങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന നമ്മുടെ പ്രഭാകരഭായിയും നമ്മുടെ വിജയമ്മമാജിയും, അവരെ കുറിച്ച് നമുക്ക് പറയാൻ, വർണ്ണിക്കാൻ വാക്കുകളില്ല. കാരണം എല്ലാ മാതാപിതാക്കളും അവരെ സമ്പാദിക്കുന്നതും നേടുന്നതും അവരുടെ സ്വത്തും എല്ലാം മക്കൾക്ക് വേണ്ടിയാണ്, അല്ലേ? പക്ഷെ ഈശ്വരനെ തന്റെ സന്താനമാക്കി, എൻ്റെ ആദ്യത്തെ സന്താനം ഈശ്വരനാണ്, അതുകൊണ്ട് ഞങ്ങളുടെ സ്വത്തിന്റെ ഒരു പങ്ക് അത് ഈശ്വരന് വേണ്ടിയുള്ളതാണ്, പരമാത്മാവിന് വേണ്ടിയുള്ളതാണ്, അല്ലെ? പരമാത്മാവാകുന്ന സന്താനത്തോടുള്ള സ്നേഹവും വാത്സല്യവും നമുക്ക് ആ നിറഞ്ഞ രണ്ട് ഹൃദയങ്ങളിൽ കാണാൻ സാധിക്കും, അല്ലെ? പരമാത്മാവാകുന്ന ഭഗവാന്റെ മാതാവും പിതാവുമാണ് ആര്? നമ്മുടെ പ്രഭാകരഭായിയും വിജയമ്മമാജിയും. അത്രയും ഈശ്വരനെ സ്നേഹിക്കുകയും ഓമനിക്കുകയും താലോലിക്കുകയും ചെയ്യുന്ന ഭഗവത് സന്താനങ്ങളാണ്. എത്ര വലിയൊരു ഹൃദയം ഉണ്ടെങ്കിലാണ് തൻ്റെ നാടിന് വേണ്ടി ഇങ്ങനെയൊരു ഈശ്വരീയ ഗൃഹം, ഈശ്വരീയ ഭവനം നിർമ്മിക്കാൻ സാധിക്കുക. അതിനുവേണ്ടി എത്ര ധനവും മുടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എത്ര നിസ്വാർത്ഥമായ വിശാലമായ തൻ്റെ ദേശത്തോടുള്ള സ്നേഹം, പരാർത്ഥമായ മനോഭാവം, എത്ര ആത്മാർത്ഥമായ ഹൃദയങ്ങളുടെ ഉടമയാണ് അവർ രണ്ടുപേരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര വലിയ ഹൃദയത്തിൽ എത്ര എപ്പോഴും പറയില്ലേ, കുട്ടികളുടെ ഹൃദയം വളരെ വിശാലമായിരിക്കണം, വലിയ ഹൃദയമുള്ളവരായിരിക്കണം നമ്മൾ. ഒരിക്കലും സങ്കുചിത ഹൃദയമുള്ളവരായിരിക്കരുത് നമ്മൾ. കാരണം നമ്മൾ നൽകും തോറും നമ്മളിലേക്ക് ഈശ്വരൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഈശ്വരന് വേണ്ടി ഭഗവാൻ ഈ സൃഷ്ടിയിൽ വന്ന് തന്റെ കർത്തവ്യം ചെയ്യുന്ന ഈ സംഗമയുഗത്തിൽ, ഈ കലിയുഗ അന്ത്യത്തിൽ ഭഗവത് കർത്തവ്യത്തിന് വേണ്ടി, അല്ലെ, അനേക ആത്മാക്കൾക്ക്, ഈ നാട്ടിലുള്ള അനേക വ്യക്തികൾക്ക്, മനുഷ്യർക്ക്, അല്ലെ, ഈ ജനതയ്ക്ക്, ഈ നാടിന്റെ ജനതയ്ക്ക് വന്ന് ഏകാഗ്രമായി ഈശ്വരനെ ധ്യാനിക്കാൻ, ഈശ്വരന്റെ തണലിലേക്ക് വരുവാൻ, അല്ലെ, ഈശ്വരീയ ജ്ഞാനം ശ്രവിക്കുവാനായിട്ട് ഒരു ജ്ഞാനക്ഷേത്രം, ധ്യാനക്ഷേത്രമാണ് ഇവിടെ പണിതീർന്നിരിക്കുന്നത്. ഈശ്വരൻ തന്റെ ഹൃദയത്തിൽ താലോലിക്കുന്ന, സ്നേഹിക്കുന്ന ആ സ്നേഹസാഗരനായി ഭഗവാൻ തന്റെ സ്നേഹം മുഴുവൻ ആ സാഗരം പോലെ ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രണ്ട് ഹൃദയങ്ങൾ, അല്ലേ? അതാണ് നമ്മുടെ ആര്യ പ്രഭാകരഭായിയും മാതാജിയും. അവർ രണ്ടുപേരെ കുറിച്ചും എത്ര വർണ്ണന ചെയ്താലും മതിയാകില്ല. അവര് 21 ജന്മങ്ങളിലേക്ക് മാത്രമല്ല 84 ജന്മങ്ങളിലേക്ക്, അല്ലെ, വേണ്ടുന്ന പുണ്യത്തിന്റെ സ്റ്റോക്ക് നിറച്ചിരിക്കുകയാണ്. അത്രയും കോടി കോടി പുണ്യം നിറച്ച ആത്മാക്കളാണ്. സത്യയുഗത്തിലെ സ്വർണ്ണ കൊട്ടാരങ്ങള് അവർക്കുള്ളതാണ്, അല്ലെ? സത്യയുഗത്തിലെ ദേവ പദവി അവർക്കുള്ളതാണ്. അങ്ങനെയുള്ള ആ ഈശ്വരന്റെ പൊന്നോമനകളായ തങ്കക്കുടങ്ങളായ പ്രഭാകരഭായിക്കും വിജയമ്മമാജിക്കും ബാബയുടെ അനുഗ്രഹങ്ങൾ മാത്രമല്ല, നമ്മളെല്ലാ കുട്ടികളുടെയും ഭഗവത് സന്താനങ്ങളുടെയും ഹൃദയത്തിലെ സ്നേഹവും ആശീർവാദവും എല്ലാം നമ്മൾ നിറച്ച് കൊടുക്കണം, അല്ലെ? ബാബയ്ക്ക് സമാനം നിങ്ങളും സാഗരം പോലെ നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹവും വാത്സല്യവും ആ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം നിറച്ച് കൊടുക്കുക. അവർ രണ്ടുപേരും യുഗയുഗങ്ങൾ ജീവിക്കട്ടെ, 1000 വർഷങ്ങൾ ജീവിക്കട്ടെ, അവർക്ക് 1000 ആരോഗ്യ സൗഖ്യം ലഭിക്കട്ടെ. ഈ ഈശ്വര സന്താനം എന്നുള്ള നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ജന്മത്തിൽ അവർക്ക് ഇനിയും ആയുസ്സോടു കൂടി ജീവിച്ച് തൻ്റെ ജന്മജന്മാന്തരങ്ങളിലേക്ക് ഭഗവാന്റെ അടുക്കൽ നിന്ന് മുഴുവൻ സ്വത്തിൻ്റെയും അധികാരിയായി തീരാൻ അവർക്ക് സാധ്യമാകട്ടെ എന്ന് ഹൃദയത്തിൽ നിന്നും ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഓം ശാന്തി. എല്ലാ കാര്യത്തിലും അതിലൂടെ പ്രകാശ് സൂചിപ്പിച്ചതുപോലെ 1/2 കോടി രൂപയിലധികം വരുന്ന ഭൂമി, ഇവിടുത്തെ ഭൂമി വില ഇവിടുത്തെ അയൽക്കാർക്കായി ഞങ്ങൾക്കറിയാം. അഹന്തയും അഹങ്കാരവും മാറ്റിവെച്ച് അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും സമാധാനപൂർണമായ മുഖമാണ് നമ്മൾ ഇന്ന് ദർശിക്കുന്നത്. അത് കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആനന്ദം നൽകുകയാണ്. നമ്മൾ ഇത്തരം വേദികളിൽ വന്നിരിക്കുമ്പോൾ, നമ്മളുടെ ഗുരുതുല്യരായ ആളുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ
നമ്മളൊരു മുഴുവൻ നിമിഷം പ്രസംഗം കേൾക്കുമ്പോഴും എല്ലാ വാക്കുകളൊന്നും നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കാറില്ലെങ്കിൽ പോലും എനിക്ക് മുമ്പേ സംസാരിച്ച ഓരോ ആചാര്യന്മാരും, നമ്മുടെ മാതാജി, നമ്മുടെ കൃഷ്ണൻകുട്ടി സാറ്, നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ, ഇവരൊക്കെ പറഞ്ഞതിൽ നിന്നും 1-2 വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവരിലും സ്പർശിച്ചിട്ടില്ലേ? നമുക്ക് മുഴുവൻ പ്രസംഗമൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുമെങ്കിലും നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കില്ല. എങ്കിലും നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നമ്മളെ വേറൊരു തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വാക്കുകളാണ്. അതൊക്കെ നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്നതാണ്. ഇത്തരം ഒരു സാധനാ ഭവൻ സമർപ്പിക്കുന്നതിന് വേണ്ടി മനസ്സ് കാണിച്ച, അതിനുവേണ്ടി മുതിർന്ന പ്രഭാകർ സാറിനും വിജയമ്മ അമ്മയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ശശി സാറിന്, ഇവിടെ എല്ലാവരും പറഞ്ഞു സാറിൻ്റെ ഒരു ചിരിച്ച മുഖം, ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സാർ ആദ്യം തന്നെ നമ്മളെ ക്ഷണിക്കുകയും അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ വിളിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. വേറൊരു പരിപാടിയിലും ഡേറ്റ് കൊടുക്കരുത്, മുഴുവൻ സമയവും ഈ പരിപാടിയിൽ കാണണം എന്ന് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ മനുഷ്യന് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. ഇത്തരം വ്യക്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അവർ ഇതുപോലെ ഒരു കൂട്ടം അമ്മമാരുടെയും സഹോദരിമാരുടെയും പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ സാധനാ ഭവൻ. നമുക്കറിയാം, നമ്മളുടെ വരുന്ന തലമുറകൾക്ക് വളരെ സന്തോഷത്തോടു കൂടി അവരുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് അവർക്ക് വളരെ ആനന്ദകരമാകാൻ, അവരുടെ മനസ്സിന് സമാധാനം കിട്ടാൻ ഒരു സാധനാ ഭവൻ നമുക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ വാർഡിൽ ആണെന്നുള്ളതിൻ്റെ അഹങ്കാരവും സന്തോഷവും നമുക്ക് ഏവർക്കും ഉണ്ട്. നമുക്ക് ദൂരെ എങ്ങും പോകേണ്ട, പുനലൂരിൽ നമ്മുടെ സമീപത്ത് തന്നെ നമുക്ക് നമ്മുടെ ഭാരം ഇറക്കി വെക്കാൻ ഒരു ആശ്രമം കിട്ടിയിരിക്കുകയാണ്. നമ്മളൊക്കെ, ഞാൻ ജയപ്രകാശനോട് പറഞ്ഞു, കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമുക്കും ഇതുപോലെ വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ സമയങ്ങൾ നമുക്ക് മെഡിറ്റേഷനിലൂടെയൊക്കെ തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മളെല്ലാം അതിവിദൂരമല്ല ഇതിന്, നമ്മളെല്ലാവരും ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരും. എത്ര ഞാൻ വലിയ ആളാണെന്ന് ഞാൻ ഭാവിച്ചാലും, ഞാൻ അഹങ്കരിച്ചാലും, എൻ്റെ വേഷത്തിലും എൻ്റെ ഭൂഷാദികളിലൊക്കെ ഉണ്ടെങ്കിലും ഞാനെന്ന മനുഷ്യൻ എന്താണെന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു നിമിഷമുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരം വേദികൾ. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മൾക്ക് പലപ്പോഴായി നമുക്ക് ഇവിടെ ഒരുമിച്ച് ഇങ്ങനെ കൂടാൻ സാധിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
ഇനി നമുക്ക് ആദരണീയായ രാജയോഗിനി ബ്രഹ്മകുമാരി ബീന ബെഹൻജി ക്ലാസ് എടുക്കുന്നതായിരിക്കും. दूसरा, आप सवेरे कई लोग 5 बजे 6 बजे 7 o'clock घर से निकले हैं तो थक भी गए हैं, 10 बजे से इधर बैठे हैं. നിങ്ങൾ പലരും വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങിയവരുണ്ട്, 6 മണിക്ക് ഇറങ്ങിയവരുണ്ട്, 6:30 7 അങ്ങനെ 10 മണി തൊട്ട് ഇവിടെ ഇരിക്കുമ്പം കുറച്ച് പേരൊക്കെ ക്ഷീണിച്ചിട്ടായിരിക്കും ഉണ്ടാകുക ഇവിടെ. ശരിയാണോ? ക്ഷീണിച്ചോ? अभी आप सबके मन में 2 बातें हैं. एक तो ब्रह्मा भोजन खाना है, बाबा की याद में खाना है. ओके, रश पुश करके नहीं करना है. നിങ്ങളുടെ മനസ്സിൽ ചിന്ത എനിക്ക് ബ്രഹ്മഭോജനം കഴിക്കണം. ബ്രഹ്മഭോജനം കഴിക്കണമെങ്കിൽ ശാന്തമായിട്ട് ബാബയുടെ ഓർമ്മയിൽ ഉന്തും തള്ളും ഒന്നും പാടില്ല അവിടെ. ശരിയാ? दूसरा, ब्रह्मा भोजन खा के फिर गिफ्ट लेना है. फिर गिफ्ट के लिए क्यू लगेगी तो हम पहले क्यू में खड़े होंगे. അടുത്തത് ഗിഫ്റ്റ്. ബാബയുടെ നമ്മുടെ എല്ലാവരുടെയും ജന്മസിദ്ധ അവകാശമാണ്. അപ്പോൾ ഗിഫ്റ്റ് തരുമ്പം ക്യൂവിൽ നിൽക്കാൻ പറയും. അപ്പം നിങ്ങൾ ക്യൂവിൽ നിൽക്കണം. നമ്മളെ നാണം കെടുത്തരുതേ. അപ്പം നിങ്ങൾ നല്ല മര്യാദ കുട്ടികളായിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് ഇവിടെ, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ക്യൂവിൽ വന്ന് നിന്നിട്ട് ഗിഫ്റ്റ് മേടിക്കണം. നല്ലപോലെ ദൃഷ്ടി വാങ്ങി ശാന്തസുന്ദരമായിട്ട് വാങ്ങുക. ഓക്കെ? फिर सभी को घर जाना है. പിന്നെ എല്ലാവർക്കും വീട്ടിൽ പോകണം. कौन से घर जाना है? ഏത് വീട്ടിലേക്ക് പോണ്ടേ? फिर राम जवाबदार. अभी तो पहले अपने लौकिक घर पहुंचना है. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലൗകിക വീട്ടിലെത്തിയില്ലെങ്കിൽ ഞങ്ങളെ പിടിക്കും എല്ലാവരും കൊണ്ടുപോയിട്ട് എവിടെ. डोंट वरी, शाम को 6 बजे तक 8 बजे तक सभी घर पहुंच जाएंगे. डोंट वरी. 6 മണി 8 മണിക്കകം നിങ്ങളെല്ലാം വീട്ടിലെത്തും. അതുകൊണ്ട് വിഷമിക്കണ്ട. हाँ, उसके बाद बाबा हमको कहता है अभी परमधाम घर जाना है. അതിനുശേഷം ബാബ പറയുന്നത് പരന്താമം പോകണം. परमधाम जाना है या नहीं जाना है? പരന്താമം പോണോ പോണ്ടേ? अभी तो गीता पाठशाला का ओपनिंग किया. इधर सेवा करना है, इधर आकर के योग भट्टी करना है, वो बिल्डिंग में वाइब्रेशंस फुल करना है. तो घर जाना है या इधर ही रहना है? നോക്കൂ, നിങ്ങൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ സാധനാ ഭവൻ പണിതത്. അവിടെ യോഗ ഭട്ടി ചെയ്യണം, അവിടെ നല്ല വൈബ്രേഷൻ നിറയ്ക്കണം, അവിടെ സേവ ചെയ്യണം. അപ്പോൾ വീട്ടിൽ പോകണോ പോണ്ടേ? कोई जवाब ही नहीं दे रहे. ആരും മറുപടി തരുന്നില്ല. बीनो सिस्टर ने आपको कंफ्यूजन में डाल दिया. ബീനു സിസ്റ്റർ നിങ്ങളെ ആശയക്കുഴപ്പത്തിലിട്ട്. ഇപ്പം എന്താ ചെയ്യുക? വീട്ടിൽ പോകണോ അതോ? तो अभी फिर से सोचिए, ये सब करना है और भी करना है. सारे विश्व को सकाश देना है, प्रकृति को पवित्र बनाना है, अपना कर्मों का हिसाब किताब पूरा करना है. तो घर परमधाम जाना है या नहीं जाना है? ഇത് വീണ്ടും ഒന്ന് ചിന്തിക്കുക. പ്രകൃതിയെ സത്തോപ്രധാനമാക്കണം. നമ്മുടെ കർമ്മ കണക്കുകൾ തീർക്കണം, സേവ ചെയ്യണം. ഇപ്പം പറയേ വീട്ടിൽ പോണോ പോണ്ടേ? അതും ചെയ്യണം, ഇതും ഒക്കെ ചെയ്യണം. ഇനിയിപ്പോൾ പറയേ വീട്ടിൽ പോണോ പോണ്ടേ? अभी हाँ भी नहीं बोल रहे, ना भी नहीं बोल रहे. പോണെന്നും പറയുന്നില്ല, പോണ്ടെന്നും പറയുന്നില്ല. നിങ്ങൾ जिनको घर जाना है वो हाथ उठाए. ശരി, ആർക്ക് വീട്ടിൽ പോണം കൈപോക്ക്. ഏത് കോൺസാ ഘർ? लौकिक घर तो जरूर जाएंगे. आपको कोई इधर बिठा नहीं सकते हैं, इधर जगह ही नहीं है. तो वो तो जाना ही पड़ेगा. परमधाम घर जाना है या नहीं जाना है? നോക്ക്, നിങ്ങളെ ലൗകിക വീട്ടിൽ പോണം. എല്ലാവരെയും ഒന്നും ഇവിടെ ഇരുത്തത്തില്ല, അങ്ങനെ ഇരുത്താൻ സ്ഥലവുമില്ല. അത് പോക തന്നെ വേണം ലൗകിക വീട്ടിൽ. പരന്താമം വീട്ടിലേക്ക് പോണോ പോണ്ടേ? അത് കൈവോക്ക്. ജിസ്കോ ജാനാ ഹേ വോ. हाँ, वेरी गुड. പോണ്ടേ പരന്താമത്തിലേക്ക്? മാതാജിക്ക് देखो, मैं एक आपको बात सुनाती हूँ, आप भी अटेंशन देना. हम सभी को पता है ब्रिजमोहन भाई ने शरीर छोड़ा.
ठीक है, रोज 13 days रोज भोग लगा. आपने भोग संदेश सुना? നോക്കൂ, ഞാൻ പറയാൻ കുറച്ച് കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. ബ്രിജ്മോൻ ഭായി ശരീരം വിട്ടു. ബ്രിജ്മോൻ ഭായിക്ക് ദിവസവും 13 ദിവസം ഭോഗ് വെച്ചു മധുബനിൽ. നിങ്ങൾ ആരെങ്കിലും ബ്രിജ്മോൻ ഭായിയുടെ സന്ദേശം കേട്ടായിരുന്നോ? കേട്ടോരുന്ന് കൈപൊക്കിക്കേ. സന്ദേശിൻ ലോകോനെ സുനാ. मैंने रोज संदेश सुना. मैं हमेशा एवरी थर्सडे मधुबन का भोग संदेश जरूर सुनती हूँ. आप भी जरूर सुनना. ഞാൻ കേട്ടു ബ്രിജ്മോൻ ഭായിയുടെ സന്ദേശം. എല്ലാ വ്യാഴാഴ്ചയും മധുബനിൽ ഭോഗ് വെച്ച ശേഷം സന്ദേശം പറയും. അത് നമ്മുടെ ബീനു ബേഞ്ചി ദിവസവും എല്ലാ വ്യാഴാഴ്ചയും കേൾക്കാറുണ്ട്. നിങ്ങളും കേൾക്കണം. अभी मैं आपको एक इशारा दे रही हूँ, ये रियल है. एक भोग संदेश में बाबा ने सभी एडवांस पार्टी वालों को सूक्ष्म वतन में ब्रिजमोहन भाई के साथ सभी को बुलाया. ഒരു ഭോഗ് സന്ദേശത്തിൽ അത് സത്യമാണ്. അതൊന്ന് നിങ്ങൾ കേൾക്കണം. ബ്രിജ്മോഹൻ ഭായിയുടെ ഭോഗ് സന്ദേശത്തിൽ മേളിൽ പോയപ്പം ബാബ എല്ലാ വലിയവരെയും മുതിർന്നവരെയും എല്ലാവരെയും അവിടെ വിളിച്ചിരുന്നു. तो उसमें सभी दादियाँ, हमारे बड़े भाई, सभी को बाबा ने इमर्ज किया. और उसमें हमारी रोजी बहन जी, लक्ष्मी बहन जी और सब तमिलनाडु जोन के बड़े कलावती बहन जी सभी भी होंगे. അവിടെ അഡ്വാൻസ് പാർട്ടിയിലുള്ള എല്ലാവരെയും വിളിച്ചപ്പോൾ എല്ലാ ദാദിമാര്, ദീദിമാര്, ദാദാമാര്, പിന്നെ നമ്മുടെ തമിഴ്നാട് ജോണിനെ നിമിത്തമായി ബാബ വെച്ച് റോസി ബേഞ്ചി, ലക്ഷ്മി ബേഞ്ചി, ബാക്കി എല്ലാ മുതിർന്നവര്, കലാവതി ബേഞ്ചി എല്ലാവരും അതിനകത്തുണ്ടായിരുന്നു. तो उसमें ब्रिजमोहन भाई और गुलजार दादी ने अपने आप में बात किया. तो दादी ने ब्रिजमोहन भाई को बोला, थोड़े दिन के बाद बाबा आपको दूसरा रोल प्ले करने के लिए, दूसरा जन्म लेने के लिए भेजेंगे. അവിടെ ദാദിയും ബ്രിജ്മോഹൻ ഭായിയും ബാബയും സംസാരിച്ചപ്പോൾ പറഞ്ഞു, ബാബ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ താങ്കളെയും വേറെ പാർട്ട് പ്ലേ ചെയ്യാനായിട്ട് അയക്കും. तो ब्रिजमोहन भाई ने बोला, मैं नहीं जाऊंगा, मैं इधर ही रहूंगा. बाबा ने गुलजार दादी को सूक्ष्म वतन में रखा है, वैसा मैं भी सूक्ष्म वतन में रहूंगा. ഞാൻ പോകില്ല വേറെ ശരീരത്തിലേക്ക്. ബാബ എങ്ങനെ ഗുൽസാർ ദാദിയെ സൂക്ഷ്മവതനത്തിൽ വെച്ചു, അതേപോലെ ഞാനും സൂക്ഷ്മവതനത്തിലേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു. बाबा एक्सेप्ट करेगा? ബാബ സമ്മതിക്കോ? नहीं. आप सभी को पता है बाबा ने गुलजार दादी की आत्मा को सूक्ष्म वतन में ही रखा है. നിങ്ങൾക്ക് അറിയാമോ, ബാബ നമ്മുടെ ഗുൽസാർ ദാദി ആത്മാവിനെ സൂക്ഷ്മ ലോകത്തിൽ വെച്ചിട്ടുണ്ട്. बाकी सभी दादियों को दूसरा रोल प्ले करने के लिए दूसरे जन्म में भेजा है. दादियों को, दादाओं को, सभी को गुलजार दादी ने को बाबा ने सूक्ष्म वतन में रखा है. ബാക്കി എല്ലാവരെയും വേറെ റോൾ പ്ലേ ചെയ്യാനായിട്ട് അയച്ചു. പക്ഷേ ഗുൽസാർ ദാദിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ഗുൽസാർ ദാദിയുടെ ആത്മാവിനെ ബാബ സൂക്ഷ്മ ലോകത്തിൽ തന്നെ വെച്ചിരിക്കുക. ओके, तो गुलजार दादी ने एक बात उसमें बोला है, अभी परम धाम में थोड़ी सी आत्माएं बाकी है, तो वो सभी इस सृष्टि पर आ जाएगी, तो हम सभी परम धाम जाएंगे. അപ്പോൾ ഗുൽസാർ ദാദിയുടെ ആത്മാ പറഞ്ഞു, ഇനി കുറച്ച് ആത്മാക്കളെ പരംധാമത്തിലുള്ളൂ. ആ കുറച്ച് ആത്മാക്കൾ ഈ സൃഷ്ടിയിൽ വന്നാൽ പിന്നെ ഉള്ളവരെല്ലാവരും തിരിച്ചു പോകാൻ തുടങ്ങും. थोड़ी सी आत्माएं मना क्या? കുറച്ച് ആത്മാ എന്ന് വെച്ചാൽ എന്താണ്? अभी वर्ल्ड पॉपुलेशन 800 करोड़ है. अभी धीरे धीरे इंक्रीज हो जाएगा. ഇപ്പോൾ ജനസംഖ്യ നോക്കുമ്പം 800 കോടിയുണ്ട്. പതുക്കെ പതുക്കെ ഇനി കൂടി വരും. बाकी थोड़ी आत्माएं परम धाम में है, वो जल्दी आ जाएगी. ഇനിയുള്ള കുറച്ച് ആത്മാക്കൾ പെട്ടെന്ന് താഴേക്ക് വരും. तो बाबा जल्दी शांति धाम, परम धाम का गेट खोलेगा. അപ്പോൾ ബാബ പെട്ടെന്ന് തന്നെ പരംധാമം, ശാന്തിധാമത്തിന്റെ വാതിൽ തുറക്കും. ठीक है? മനസ്സിലാവുന്നുണ്ടോ? तो हम सभी बाबा के साथ जाएंगे या बाद में धीरे धीरे जाएंगे? അപ്പോൾ ഇവിടെയാണ് വിഷയം വരുന്നത്. നമ്മളെല്ലാവരും ബാബയുടെ കൂടെ പോകുമോ, അത് പുറകെ പതുക്കെ പോകുമോ?
किसको बाबा के साथ जाना है? हाथ उठाइए। ആർക്കൊക്കെ ബാബയുടെ കൂടെ പോകണമെന്ന് കൈ ഉയർത്തിക്കേ. ബാബയുടെ കൂടെ പോകേണ്ടവര്. हाँ, ओके, वेरी नाइस. सो बाबा देख रहा है कि यहाँ बैठे हुए सभी भाई बहनों को नंबर 1 बाबा देगा. ओके, നോക്കൂ, ബാബ മേളിൽ നിന്ന് നോക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൈപൊക്കിയില്ലേ? അതൊക്കെ ബാബ കണ്ടു. അപ്പൊ ബാബ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്പർ 1 തരുവാണ്. अभी उसके लिए क्या मैं सचमुच रेडी हूँ जाने के लिए? അടുത്തത് അവരവരോട് ചോദിക്കുക, സത്യത്തിൽ ഞാൻ പോകാൻ സത്യത്തിൽ ഞാൻ പോകാൻ തയ്യാറാണോ? अपने दिल से मन से पूछिए. അവരവരുടെ മനസാക്ഷിയോട് മനസ്സിൽ ചോദിക്കൂ. ओके, जो भी बैलेंस होवे वो जल्दी से बंधन कट कर देना. ഇനി എന്തെല്ലാം മിച്ചം മീതിയുള്ള ബന്ധനമുണ്ടോ അതൊക്കെ എത്രയും പെട്ടെന്ന് വിടുപെടണം നമ്മൾ. वो बंधन का चेकिंग आप ही करना, बाबा और आप मिलके करना. അത് നിങ്ങൾ തന്നെ പരിശോധിക്കണം. ബാബയും നിങ്ങളും കൂടി എന്തെല്ലാം ബന്ധനം ഉണ്ടെന്ന് പരിശോധിക്കുക. लेकिन वो सब कट वन सब कट करके बाबा आई एम रेडी. അങ്ങനെ ബന്ധനങ്ങൾ എല്ലാത്തിൽ നിന്നും നമ്മളെ വിടുപെട്ടിട്ട് ബാബയോട് നമ്മൾ പറയണം, ബാബ ഞാൻ തയ്യാറാണ്. दूसरा, हमारा जो विकर्मों का बोझा है वो आपका कितना बैलेंस है? ഇനി അടുത്തത്, നമ്മുടെ വികർമ്മങ്ങളുടെ ഭാരമുണ്ട്, അത് എത്ര ബാക്കിയുണ്ട്? देखो, हम कितने भी वर्षों से बाबा के ज्ञान में हैं, 2 years, 5 years, 25 years, 45 years, जो भी हमने जितना समय योग किया, योग बल से हमारे विकर्म विनाश हो गए. നമ്മൾ എത്ര കൊല്ലം തന്നെ ജ്ഞാനത്തിലുണ്ടാകട്ടെ, 2 കൊല്ലമായിരിക്കാം, അല്ലെങ്കിൽ 25 കൊല്ലമായിരിക്കാം, എത്ര കൊല്ലം ആയിക്കട്ടെ, നമ്മൾ ഇത്രയും വർഷം യോഗം ചെയ്യുന്നുണ്ടല്ലോ, യോഗത്തിലൂടെ നമ്മുടെ വികർമ്മങ്ങൾ വിനാശമാക്കിയിട്ടുണ്ട്. 100% विकर्म विनाश हो गए या थोड़ा बाकी है? 100% വികർമ്മങ്ങൾ വിനാശമാക്കിയോ അതോ ബാക്കിയുണ്ടോ? वो आप चेक करना. അത് നിങ്ങൾ പരിശോധിക്കുക. बाबा एंड यू, നിങ്ങളായി ബാബയായി. तो जितना हमारे विकर्म विनाश है उसके लिए योग मुझे करना है. അപ്പോൾ ഇനി എത്ര വികർമ്മങ്ങൾ വിനാശമാകാനുണ്ടോ അതിനു വേണ്ടി ഞാൻ തന്നെ വേണം യോഗ ചെയ്യാൻ. तो अभी जो प्रोजेक्ट शिवम नानम योग प्रोजेक्ट चल रहा है, तो सभी अच्छी तरह से योग कर रहे हैं. ഇപ്പൊ നമ്മുടെ ഇതിൽ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്, ഒരു ശിവനും ഞാനും എന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിങ്ങൾ എല്ലാവരും നല്ലപോലെ യോഗം ചെയ്യുന്നുണ്ടോ? हाँ, सभी हाँ बोलिए. എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ ഹാ എന്ന് പറയണം. हाँ, ओके. तो सभी परमधाम बाबा के साथ जाएंगे, सतयुग में ब्रह्मा बाबा के साथ आएंगे. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ബാബയുടെ കൂടെ പരന്താമത്തിലേക്ക് പോകും, പിന്നെ സത്യയുഗത്തിൽ ബ്രഹ്മ ബാബയുടെ കൂടെ വരും. सो ब्रह्मा बाबा के साथ आने के लिए हमको संपूर्ण सतो प्रदान बनना है. അപ്പോൾ ബ്രഹ്മ ബാബയുടെ കൂടെ നമ്മൾ സത്യയുഗത്തിൽ വരണമെങ്കിൽ സമ്പൂർണ്ണ സത്തോ പ്രധാനമാകണം. अभी आप चिंतन करना, आपकी आत्मा में बाकी कितना कचरा बचा हुआ है, उसको कब निकालेंगे, कैसे निकालेंगे? ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ആത്മാവിൽ ഇനി എത്ര അഴുക്കുണ്ട്, അതെപ്പം ഞാൻ കളയും, എത്ര സമയം വേണം എനിക്കതിന്? उसका आज की अव्यक्त मुरली में एक पॉइंट, सभी ने अव्यक्त मुरली सुनी, हमको कैसे मालूम पड़े? ഇന്ന് എല്ലാവരും അവ്യക്ത മുരളി കേട്ട് കാണും. അതിൽ പോയിന്റ് ഉണ്ടായിരുന്നു, എങ്ങനെ നമുക്കറിയാം? उसमें बाबा ने सिंपल वर्ड्स में बोला, भटकता मन नहीं, चंचल मन, भटकती बुद्धि, पुराने संस्कार अभी भी बाकी है, आपको डिस्टर्ब कर रहे हैं, माना हम 100% प्योर नहीं है. 100% നമ്മൾ പ്യുവർ അല്ല എന്നതിനാണ് ബാബ ഇന്നത്തെ മുരളി പറഞ്ഞത്. മനസ്സ് ചഞ്ചലം, ബുദ്ധി അലയുന്നു, പഴയ സംസ്കാരം പുറത്തു വരുന്നു, എങ്കിൽ നമ്മൾ ആരും സമ്പൂർണ്ണ സതോപ്രധാനമായില്ല എന്നതാണ് അതിന് തെളിവ്.
ठीक है, तो आप चेकिंग करना और जल्दी बाप समान बन जाना. ശരി, എല്ലാവരും ചെക്ക് ചെയ്യണം, പെട്ടെന്ന് തന്നെ ബാപ്പ് സമാനാകണം. ओम शांति.